ഹലോ എവ്രി വൺ. ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ഫസ്റ്റ് പാർട്ടിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഇൻവെൻഷൻ ആൻഡ് റെസിസ്റ്റൻസ് എന്ന പാഠഭാഗമാണ്. നാളെ എക്സാം ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഇതിലെ പ്രധാനപ്പെട്ട ടോപ്പിക്സുകളൊക്കെ നോക്കി പഠിച്ചു പോകുമെന്ന് വിചാരിക്കുന്നു. ക്ലാസ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണമെന്നറിയിക്കും. Hi friends, today we are going to learn in 8th standard history first part, first chapter, invasion and resistance. First of all, English East India Company കുറിച്ചിട്ടുള്ള ഒരു ഷോർട്ട് ഇൻട്രഡക്ഷനാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. In April 1601, the English East India Company sent its first expedition to the East Indies. After some 18 months, its 4 ships, Ascension, Dragon, Hector and Susan, had returned from Sumatra and Java with a cargo family of pepper. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതിൻ്റെ ആദ്യത്തെ കപ്പൽ വ്യൂഹം ഈസ്റ്റ് ഇന്ത്യയിലേക്ക് അയക്കുന്നത് 1601 ഏപ്രിലിൽ ആയിരുന്നു. ആഫ്റ്റർ 18 months, അസെൻഷൻ, ഡ്രാഗൺ, ഹെക്ടർ, സൂസൻ എന്നീ 4 കപ്പലുകൾ സുമാത്രയിൽ നിന്നും ജാവയിൽ നിന്നും കുരുമുളകും മറ്റു ഉൽപ്പന്നങ്ങളുമായി മടങ്ങിയെത്തി. The success of this venture led to a second expedition by the same ships which left London in March 1604. On the return journey, Hector and Susan set off first, but Susan was lost at sea and Hector was rescued by Ascension and Dragon. സെക്കൻഡ് എക്സ്പെഡീഷനിൽ ഇതേ കപ്പലുകൾ ലണ്ടനിൽ നിന്ന് 1604 മാർച്ച് രണ്ടാം ദൗത്യം ആരംഭിക്കുകയാണ് ചെയ്തത്. മടക്കയാത്രയിൽ ഹെക്ടറും സൂസനും ആദ്യം പുറപ്പെട്ടു. ബട്ട് സൂസൻ കടലിൽ വെച്ച് തന്നെ തകർന്നു. പിന്നാലെ വന്ന അസെൻഷനും ഡ്രാഗണും ഹെക്ടറിനെ രക്ഷിക്കുമ്പോഴേക്കും കടലിൽ ഉഴറി നടക്കുകയായിരുന്ന ആ കപ്പലിലെ മിക്ക ആളുകളും മരണപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ the most crew dead. In May 1606, the ships loaded with a cargo of paper, gloves and nutmegs reached England. The company made a profit of 95% of their investment. In 1606 മെയ് മാസത്തിൽ ഈ കുരുമുളകും ഗ്രാമ്പുവും ജാതിക്കയും ഒക്കെ നിറച്ച് ഈ കപ്പലുകൾ ഇംഗ്ലണ്ടിലെത്തി. കമ്പനിയുടെ ലാഭം അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ 95% ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കമ്പനിക്ക് ലഭിക്കുകയും ചെയ്തു. ഇതാണ് ഇതിൻ്റെ ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ഫേസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. Reading the above account, do you see how the English East India Company in England, which later conquered India, established trade links in the eastern regions including India? That means ഇന്ത്യ ഉൾപ്പെടെ കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് ഈസ്റ്റ് ഇൻഡീസ് വ്യാപാര ബന്ധത്തിനായിട്ട് ഒരുങ്ങി പുറപ്പെട്ടു. ഇംഗ്ലണ്ടിൽ സ്ഥാപിച്ച് പിൽക്കാലത്ത് ഇന്ത്യ അടക്കി ഭരിച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ വ്യാപാര പരിശ്രമങ്ങളുടെ ഒരു വിവരണമാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് let us examine the prompted the English East India Company to trade in such a difficult condition. ഇത്രയേറെ ബുദ്ധിമുട്ടേറിയ ഒരു വ്യാപാര ബന്ധത്തിന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പ്രേരിപ്പിച്ച ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. യൂറോപ്യൻസ് ഹാഡ് trade relations with other parts of the world from ancient times. Asia was also included in this. These connections led to the discovery of an eastward sea route from Europe by the end of the 15th century. അതായത് 15ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടിയിട്ട് ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലായിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വ്യാപാര ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി തുടങ്ങി. അതിൽ നമ്മുടെ ഏറ്റവും വലിയ കോണ്ടിനെൻ്റായ ഏഷ്യയും ഉൾപ്പെട്ടിരുന്നു. ദ മെയിൻ റീസൺസ് ഫോർ ദിസ് ഫോളോയിങ് ഫാക്ടേഴ്സ് പ്രധാന ഘടകങ്ങളാണ് അതിന് കാരണമായ പ്രധാന പ്രോംപ്റ്റഡ് ഫാക്ടേഴ്സാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ടെക്നോളജിക്കൽ അഡ്വാൻസസ് ഇൻ യൂറോപ്യൻ ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് സെയിലിംഗ്. അതായത് യൂറോപ്യൻ കപ്പൽ നിർമ്മാണത്തിലും കപ്പൽ യാത്രയിലും കൈവരിച്ച സാങ്കേതിക പുരോഗതി. സെക്കൻഡ് ഫാക്ടർ എന്ന് പറയുന്നത് ഗ്രോത്ത് ഇൻ നോളജ് എബൌട്ട് ജിയോഗ്രഫി, ഭൂമിശാസ്ത്ര പരിജ്ഞാനത്തിലുണ്ടായ വളർച്ച. തേർഡ് ഫാക്ടർ അഡ്വാൻസസ് മെയ്ഡ് ഇൻ
കോമ്പസ് ആൻഡ് മാപ്പ് മേക്കിംഗ്. ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന കോമ്പസ്, ഭൂപട നിർമ്മാണം എന്നിവയിലൊക്കെ ഉണ്ടായ പുരോഗതിയാണ്. ഫോർത്ത് ഫാക്ടർ, പുതിയ പ്രദേശങ്ങളെയും അവിടുത്തെ സമ്പത്തിനെയും കുറിച്ച് സഞ്ചാരികളുടെ യാത്രാ വിവരണങ്ങൾ പകർന്ന അറിവ്. അതായത് ട്രാവൽ റൈറ്റിംഗ്സ് ബൈ വോയേജേഴ്സ് പ്രൊവൈഡഡ് നോളജ് അബൌട്ട് ന്യൂ ടെറിട്ടറീസ് ആൻഡ് ദെയർ വെൽത്ത്. Then the last one, the commercial markets for Asian products like pepper in Europe. Conquest of Constantinople by the Turks. അതായത് യൂറോപ്പിൽ കുരുമുളക് അടക്കമുള്ള ഏഷ്യൻ ഉൽപ്പന്നങ്ങൾക്കുണ്ടായിരുന്ന കച്ചവട സാധ്യത, പിന്നീട് തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത്, ഇതൊക്കെ അതിനൊരു കാരണമായി തീരുകയാണ് ഉണ്ടായത്. The Portuguese were the first Europeans to reach India by sea. Vasco da Gama from Portugal was the first to reach India by sea. പോർച്ചുഗീസുകാരായിരുന്നു കടൽ മാർഗം ഇന്ത്യയിൽ എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യന്മാർ. അതുകൊണ്ട് തന്നെ പോർച്ചുഗീസുകാരനായ വാസ്കോ ഡ ഗാമയാണ് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസുകാരൻ എന്നറിയപ്പെടുന്നതും. ഇനി നമുക്ക് തുർക്കികൾ അടക്കിയ കോൺസ്റ്റാന്റിനോപ്പിളിനെ കുറിച്ചിട്ട് ഒരു ലഘു വിവരണം നോക്കാം. യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയ്ക്കുള്ള ഒരു പ്രധാന കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. ഇതുവഴിയാണ് യൂറോപ്പും ഏഷ്യയും തമ്മിൽ കരമാർഗം വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നത്. അതായത് കോൺസ്റ്റാന്റിനോപ്പിൾ വാസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഹബ് ബിറ്റ്വീൻ യൂറോപ്പ് ആൻഡ് ഏഷ്യ. ദിസ് വാസ് ദ ലിങ്ക് ഫോർ ദ ലാൻഡ് ട്രേഡ് ബിറ്റ്വീൻ യൂറോപ്പ് ആൻഡ് ഏഷ്യ. 1453 തുർക്കികൾ ഇവിടം പിടിച്ചടക്കുകയും ഇതുവഴിയുള്ള യൂറോപ്യരുടെ വ്യാപാരം തടയുകയും ചെയ്തു. തുടർന്ന് പുതിയ പാത കണ്ടെത്തുന്നതിന് യൂറോപ്യർ നിർബന്ധിതരായി. In 1493 the Turks captured this place, which prevented further European trade using the hub. This forced the Europeans to find an alternate route. Okay, ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് വാസ്കോ ഡ ഗാമയുടെ ഇന്ത്യയിലേക്കുള്ള യാത്ര. അത് മാപ്പ് ഇവിടെ കാണാം. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലേക്കുള്ള യാത്രയാണ്. വോയേജ് ഓഫ് ദ പോർച്ചുഗീസ് ടു ഇന്ത്യ. In 1498, Vasco da Gama reached Kapat near Kozhikode. His arrival paved the way for European dominance in India. At that time, Kozhikode was ruled by the Samnian dynasty. The Arabs controlled the foreign trade with Kozhikode. The Samnian did not accept the demand of the Portuguese to expel the Arabs and grant them exclusive trading rights. Following this, Vasco da Gama obtained permission for trade from then the Kolathiri king of Kannur. He then returned to Portugal after collecting products including pepper. Vasco da Gama returned home with goods worth 60 times more than the cost of his journey. അതായത് 1498 കോഴിക്കോടിന് സമീപമുള്ള കാപ്പാട് എന്ന സ്ഥലത്താണ് വാസ്കോ ഡ ഗാമ എത്തിച്ചേർന്നത്. അദ്ദേഹത്തിൻ്റെ വരവ് ഇന്ത്യയിലെ യൂറോപ്യൻ ആധിപത്യത്തിന് വഴി തുറന്നു. അക്കാലത്ത് കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരി രാജവംശമായിരുന്നു. അറബികളായിരുന്നു കോഴിക്കോടുമായുള്ള വിദേശ വ്യാപാരം നിയന്ത്രിച്ചിരുന്നത്. അവരെ പുറത്താക്കി പോർച്ചുഗീസുകാർക്ക് വ്യാപാര അനുമതി നൽകണമെന്നുള്ള ഗാമയുടെ ആവശ്യം സാമൂതിരി അംഗീകരിച്ചില്ല. ഇതേ തുടർന്ന് ഗാമ കണ്ണൂരിലെ കോലത്തിരി രാജാവിൽ നിന്ന് വ്യാപാരാനുമതി നേടിയെടുത്തു. കുരുമുളക് ഉൾപ്പെടെ ഉള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ശേഖരിച്ച് അദ്ദേഹം പോർച്ചുഗലിലേക്ക് മടങ്ങി. തൻ്റെ യാത്രയ്ക്ക് ചെലവായ തുകയുടെ 60 ഇരട്ടിയിലധികം മൂല്യമുള്ള ചരക്കുകളുമായാണ് ഗാമ ഇന്ത്യയിൽ നിന്ന് മടങ്ങിയത്. The profit generated in this journey encouraged the Portuguese to make similar commercial trips to India. The Samnian did not give the Portuguese a monopoly in trade. This led to conflicts between the Samnian and the Portuguese. The Portuguese had to face stiff resistance from the Kunyali Maraccas, who were the naval chiefs of the Samnian. After the era of Kunyali Maraccas, the Portuguese did not face much threat from India.
ദാറ്റ് മീൻസ് ഇന്ത്യയുടെ ഗാമയുടെ യാത്രയിലൂടെ ഉണ്ടായ ലാഭം ഇന്ത്യയിലേക്ക് വീണ്ടും കച്ചവട യാത്രകൾ നടത്തുവാൻ പോർച്ചുഗീസുകാരെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു. പോർച്ചുഗീസുകാർക്ക് വ്യാപാര കുത്തക നൽകിയിരുന്നില്ല. തന്മൂലം സാമൂതിരിക്കും പോർച്ചുഗീസുകാർക്കുമിടയിൽ സംഘർഷങ്ങൾ ഉടലെടുക്കുകയുണ്ടായി. പോർച്ചുഗീസുകാർക്ക് ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വന്നത് സാമൂതിരിയുടെ നാവിക തലവന്മാരായിരുന്ന കുഞ്ഞാലി മരക്കാരിൽ നിന്നായിരുന്നു. കുഞ്ഞാലി മരക്കാരുടെ കാലശേഷം പോർച്ചുഗീസുകാർക്ക് ഇന്ത്യയിൽ നിന്ന് കാര്യമായ ഭീഷണിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി കുഞ്ഞാലി മരക്കാർ വെറബോട്ട്സും ഗാമയുടെ കപ്പലുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഗ്രീൻ കോളത്തിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. നെക്സ്റ്റ് നമുക്ക് നോക്കാവുന്നത് ഇൻഫ്ലുവൻസസ് ഓഫ് ദ പോർച്ചുഗീസ് ഇൻ ഇന്ത്യ. പോർച്ചുഗീസുകാരുടെ വരവ് ഇന്ത്യയിൽ സൃഷ്ടിച്ച ഫലങ്ങളെക്കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പിക്ചറിൽ നോക്കിയാൽ അറിയാം, നമുക്ക് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് പോർച്ചുഗീസുകാർ നൽകിയിട്ടുണ്ട്. അതിൽ പിക്ചറിൽ എന്തൊക്കെയാണ് കാണാവുന്നത്? ടേബിൾ, ചെയർ, പേന, വിൻഡോസ് അല്ലേ, ഇതെല്ലാം പോർച്ചുഗീസുകാരുടെ സംഭാവനയാണ്. നെക്സ്റ്റ്, ദ കോണ്ടാക്ട് between India and the Portuguese resulted in Malayalam receiving these words from the Portuguese language. ഇന്ത്യയും പോർച്ചുഗീസുകാരുമായുള്ള ബന്ധത്തിൻ്റെ സ്വാധീന ഫലമായി പോർച്ചുഗീസ് ഭാഷയിൽ നിന്നാണ് ഈ പദങ്ങൾ മലയാള ഭാഷയ്ക്ക് ലഭിച്ചത്. അതായത് കശുമാവ്, അല്ലെങ്കിൽ പറങ്കിമാവ്, പപ്പായ, പേരയ്ക്ക, പൈനാപ്പിൾ തുടങ്ങിയവയെല്ലാം നമുക്ക് ഫെമിലറൈസ് ചെയ്ത് തന്നത് പോർച്ചുഗീസുകാരാണ്. കാഷ്നട്ട് ട്രീ, പപ്പായ, ഗുവ ആൻഡ് ദ പൈനാപ്പിൾ, ഇതെല്ലാം നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത് പോർച്ചുഗീസുകാരാണ്. കൂടാതെ പൊളിറ്റിക്കലായിട്ടും നോളജ് വൈസ് ആയിട്ടും കൾച്ചറലി ആയിട്ടും ഉള്ള സംഭാവനകൾ പോർച്ചുഗീസുകാർ നമുക്ക് നൽകിയിട്ടുണ്ട്. ദ ഫസ്റ്റ് യൂറോപ്യൻ ഫോർട്ട് ഇൻ ഇന്ത്യ, അതായത് ഫോർട്ട് മാനുവൽ വാസ് എസ്റ്റാബ്ലിഷ് ഇൻ കൊച്ചി. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട, അതായത് അല്ലെങ്കിൽ മാനുവൽ കോട്ട എന്ന പേരിലും കൊച്ചിയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നീട് ദ റീജിയൻസ് ഓഫ് കൊച്ചി, ഗോവ ആൻഡ് ദാമൻ ദിയു കെയിം അണ്ടർ ദ റൂൾ ഓഫ് ദ പോർച്ചുഗീസ്. കൊച്ചി, ഗോവ, ദാമൻ ദിയു എന്നീ പ്രദേശങ്ങളും പോർച്ചുഗീസ് ആധിപത്യത്തിന് കീഴിലായി. പ്രിൻറ്റിംഗ് ടെക്നോളജി വാസ് പോപ്പുലറൈസ്ഡ്. അച്ചടി വിദ്യ പ്രചരിപ്പിച്ചു. ആർട്ട് ഫോംസ് സച്ച് ആസ് ചവിട്ടുനാടകം ആൻഡ് മാർഗംകളി വർ പോപ്പുലറൈസ്ഡ്. ചവിട്ടുകളി, മാർഗംകളി തുടങ്ങിയ കലാരൂപങ്ങളും അവർ പ്രചരിപ്പിച്ചു. യൂറോപ്യൻ സ്റ്റൈൽ ഓഫ് കൺസ്ട്രക്ഷൻ വാസ് സ്റ്റാർട്ടഡ്. യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിട നിർമ്മാണം ആരംഭിച്ചു. ട്രെയിനിങ് വാസ് ഗിവൺ ഇൻ എ വാർ ടാക്ടിക്സ് ആൻഡ് യൂറോപ്യൻ വെപ്പൻസ്. യൂറോപ്യൻ പടക്കോപ്പുകളും യുദ്ധമുറകളും ഒക്കെ അവർ അഭ്യസിപ്പിച്ചു. ക്രിസ്ത്യൻ റിലീജിയസ് എഡ്യൂക്കേഷൻ സെൻറ്റേഴ്സ് വാസ് സ്റ്റാർട്ടഡ്. കൂടുതലായിട്ട് ക്രൈസ്തവ മത പഠന കേന്ദ്രങ്ങളും ആരംഭിക്കുകയുണ്ടായി. ഇനി നമുക്ക് ഒരു ടേബിളിൽ അവർ പൊളിറ്റിക്കൽ ഫീൽഡിലെ ഇംപ്രൂവ്മെൻറ്റ്സ്, അതേപോലെ അഗ്രികൾച്ചർ സെക്ടർ, നോളജ് സെക്ടർ, കൾച്ചർ സെക്ടർ എന്നിങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് വച്ചിട്ടുണ്ട്. മുകളിൽ കൊടുത്ത അതേ ഫാക്ടേഴ്സ് നിങ്ങൾ തിരിച്ചെഴുതുക. അതായത് രാഷ്ട്രീയ മേഖലയിൽ ഏതൊക്കെയാണ് ഉൾപ്പെടുക, അതേപോലെ കാർഷിക മേഖലയിൽ, വിജ്ഞാനിക മേഖലയിൽ, സാംസ്കാരിക മേഖലയിൽ വരുന്ന ഫാക്ടേഴ്സ് ഏതാണ് നിങ്ങൾക്ക് മുകളിൽ തന്നത് നോക്കി തരം തിരിച്ച് എഴുതാവുന്നതേ ഉള്ളൂ. ഇനി ഡച്ചുകാരെ കുറിച്ചാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ദ യൂറോപ്യൻസ് ഹു കെയിം ടു ഇന്ത്യ ആഫ്റ്റർ ദ പോർച്ചുഗീസ് വർ ഫ്രം ഹോളണ്ട്. ദേ ആർ ഓൾസോ നോൺ ആസ് ഡച്ച്. പോർച്ചുഗീസുകാരെ തുടർന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്ന യൂറോപ്യരാണ് ഹോളണ്ടിൽ, അതായത് അവർ നെതർലാൻഡ്സിൽ നിന്നുള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെ ഹോളണ്ട് എന്ന പേരിലും അറിയപ്പെടുന്നു. ഡച്ചുകാർ എന്നാണ് ഇവർ അറിയപ്പെട്ടിരുന്നത്. നെതർലാൻഡ്സ് അല്ലെങ്കിൽ ഹോളണ്ടിൽ നിന്നുള്ളവരായതുകൊണ്ട് തന്നെ അവരെ ഡച്ചുകാർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പോർച്ചുഗീസുകാർക്ക് ശേഷം അവരായിരുന്നു ആധിപത്യം സ്ഥാപിച്ചിരുന്നത്. നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര എന്നിവയായിരുന്നു ഡച്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ
കേന്ദ്രങ്ങൾ അല്ലേ, ട്രേഡിംഗ് സെൻറ്റേഴ്സ് ആയിരുന്നു. ഡച്ചുകാരുടെ പ്രധാനപ്പെട്ട ട്രേഡിംഗ് സെൻറ്റേഴ്സ് ആയിരുന്നു നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര എന്നിവ. ഡച്ച് ഡിഫീറ്റഡ് ദ പോർച്ചുഗീസ് ഇൻ ദെയർ കോമ്പറ്റീഷൻ ഫോർ മൊണോപ്പൊളി ഇൻ ട്രേഡ്. കച്ചവട ആധിപത്യത്തിനായുള്ള മത്സരത്തിൽ ഡച്ചുകാർ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി. അതാണ് അവിടെ സംഭവിച്ചിരുന്നത്. ഇനി പറയുന്നത് കൊളച്ചൽ യുദ്ധത്തെ കുറിച്ചിട്ടാണ്. ബാറ്റിൽ ഓഫ് കൊളച്ചൽ. ഇൻ 1741 മാർത്താണ്ഡവർമ്മ who ruled Travancore clashed with the Dutch at Kolachal near Kanyakumari. With defeat in this war, the Dutch lost their supremacy in India. This was the first battle in which a European power lost to an Indian ruler. 1741 കന്യാകുമാരിക്ക് അടുത്തുള്ള കുളച്ചലിൽ വെച്ചിട്ടാണ് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഏറ്റുമുട്ടിയത്. ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടതോടെ ഡച്ചുകാർക്ക് ഇന്ത്യയിലെ ആധിപത്യം നഷ്ടപ്പെട്ടു. ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യത്തെ യുദ്ധമായിരുന്നു ഇത്. വന്ന് നമുക്ക് നോക്കാനുള്ളത് ഹോർത്തൂസ് മലബാറിക്കസ്. വാട്ട് വാസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹോർത്തൂസ് മലബാറിക്കസ്? ദ ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് ദ റിലേഷൻഷിപ്പ് വിത്ത് ദ ഡച്ച് ഈസ് ദ വർക്ക് ഹോർത്തൂസ് മലബാറിക്കസ്. ഇൻഫർമേഷൻ അബൌട്ട് 742 മെഡിസിനൽ പ്ലാന്റ്സ് ഓഫ് കേരള ഈസ് പ്രസൻറ്റഡ് ഇൻ ദിസ് ബുക്ക്. ഹെൻറിക് വാൻ റീഡ്, then Dutch governor, was the completer of this work. Itti Achyuthan, an indigenous medical practitioner, helped him in this composition. Appu Bhatt, Ranga Bhatt and Vinayaka Bhatt also contributed to the composition of this work. Horthos Malabaricus was the first book to be printed with some Malayalam words. This work was translated into Malayalam and English by Dr. K.S. Manilal. ഡച്ചുകാരുമായുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന കൃതി. കേരളത്തിലെ 742 ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഡച്ച് ഗവർണറായിരുന്ന ഹെൻറിക് വാൻ റീഡാണ് ഈ കൃതിയുടെ രചനയ്ക്ക് നേതൃത്വം നൽകിയത്. ഈ രചനയ്ക്ക് അദ്ദേഹത്തെ സഹായിച്ചത് ഇട്ടി അച്യുതൻ എന്ന മലയാളി വൈദ്യനായിരുന്നു. അപ്പു ഭട്ട്, രംഗഭട്ട്, വിനായക ഭട്ട് എന്നിവരും രചനയിൽ പങ്കാളികളായി. മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യത്തെ പുസ്തകം ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. മലയാളം, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലേക്ക് ഈ കൃതി വിവർത്തനം ചെയ്തത് ഡോക്ടർ K.S. മണിലാലാണ്. ഇനി നമുക്ക് ഇവിടെ ഇട്ടി അച്യുതനെ കുറിച്ചുള്ള ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട്. അദ്ദേഹം ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ കടക്കരപ്പള്ളി ഗ്രാമത്തിലെ ഒരു പാരമ്പര്യ വൈദ്യ കുടുംബത്തിൽ ജനിച്ച പ്രഗത്ഭനായിരുന്ന നാട്ടുവൈദ്യനായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഹോർത്തൂസ് മലബാറിക്കസിനെ കുറിച്ചിട്ടുള്ള മലബാറിക്കസിലെ ആ പുസ്തകത്തിലെ ഒരു ചിത്രമാണ് നമുക്കിവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ആ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഈ ചെടി ഏത് സസ്യമാണെന്ന് തിരിച്ചറിയാനായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അത് ചൂണ്ടപ്പനയാണ്. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഈ ചെടിയുടെ പേര് ചൂണ്ടപ്പന എന്നാണ്. ഇനി നമുക്ക് ഫ്രഞ്ചുകാരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നോക്കാം. ആഫ്റ്റർ ദ ഡച്ച്, ദ ബ്രിട്ടീഷ് ആൻഡ് ദെൻ ദ ഫ്രഞ്ച്. അപ്പോൾ ആ ഒരു ഓർഡറിലാണ് വരുന്നത്. ഡച്ചുകാർക്ക് ശേഷം ബ്രിട്ടീഷ്, പിന്നീട് വരുന്നത് ഫ്രഞ്ചുകാർ. കെയിം ഇൻ ടു India for trade. The wars fought between the British and the French for dominance in South India are known as Carnatic Wars. The British won in this decisive war. As a result, French dominance was reduced to Pondicherry, അതായത് യാനം, കാരക്കൽ ആൻഡ് മാഹി ഈ പ്രദേശങ്ങളിൽ മാത്രമായിട്ട് ഒതുങ്ങുകയാണ് ഉണ്ടായത്. ഡച്ചുകാർക്ക് ശേഷം ബ്രിട്ടീഷുകാരും പിന്നീട് ഫ്രഞ്ചുകാരും കച്ചവടത്തിനായി ഇന്ത്യയിൽ എത്തിച്ചേർന്നു. പിന്നീട് ദക്ഷിണേന്ത്യയിലെ ആധിപത്യത്തിനായി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന ഒരു
യുദ്ധത്തിൻ്റെ പേരാണ് കർണാട്ടിക് യുദ്ധങ്ങൾ. അവർ തമ്മിൽ ഉള്ള ആധിപത്യം ഇന്ത്യയിൽ സ്ഥാപിക്കുന്നതിൽ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ മത്സരമായി. അതിനെ തുടർന്നുണ്ടായ യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നത്. ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്കായിരുന്നു അന്തിമ വിജയം. ഇതിൻ്റെ ഫലമായി ഫ്രഞ്ചുകാരുടെ ആധിപത്യം പോണ്ടിച്ചേരി, യാനം, കാരക്കൽ, മാഹി എന്നീ പ്രദേശങ്ങളിൽ മാത്രമായിട്ട് ഒതുങ്ങുകയാണ് ഉണ്ടായത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇന്ത്യയുടെ മാപ്പ് തന്നതിൽ പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഫ്രഞ്ചുകാർ എന്നിവരുടെ അധീനതയിലായിരുന്ന പ്രധാന കേന്ദ്രങ്ങൾ കണ്ടെത്തി പറയാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഭൂപടം ഒബ്സർവ് ചെയ്ത് അവരുടെ അധീനതയിലായിരുന്ന പ്രദേശങ്ങൾ കണ്ടെത്തി പറയാവുന്നതാണ്. പോർച്ചുഗീസ് ഒക്യുപ്പൈഡ് ടെറിട്ടറീസ്, അതേപോലെ തന്നെ ഡച്ച് ഒക്യുപ്പൈഡ് ടെറിട്ടറീസ്, അതേപോലെ ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങൾ എല്ലാം നമുക്ക് ഇതിൽ കാറ്റഗറൈസ് ചെയ്ത് എഴുതാവുന്നതാണ്. എല്ലാത്തിൻ്റെ ആദ്യം മാത്രം അവിടെ തന്നിട്ടുണ്ട്. പോർച്ചുഗീസ് അധീനതയിലുള്ളത് കൊച്ചി, ഡച്ച് അധീനതയിൽ വരുന്നത് നാഗപട്ടണം, ഫ്രഞ്ച് ഒക്യുപ്പൈഡ് ടെറിട്ടറീസിൽ വരുന്നത് പോണ്ടിച്ചേരി. അത് ഇവിടെ തന്നിട്ടുണ്ട്. ബാക്കി നിങ്ങൾ മാപ്പ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതേ ഉള്ളൂ. പോർച്ചുഗീസിൽ വരുന്ന മറ്റ് പ്രദേശങ്ങളാണ് ഗോവ, ദാമൻ, ദിയു എന്നിവ. ഡച്ച് അധിനിവേശ പ്രദേശങ്ങളിൽ വരുന്നതാണ് ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര. അതേപോലെ തന്നെ ഫ്രഞ്ച് ഓക്യുപ്പൈഡ് ടെറിട്ടറീസിലെ പോണ്ടിച്ചേരി നമുക്കിവിടെ തന്നിട്ടുണ്ട്. പിന്നീട് വരുന്നത് മാഹി, കാരക്കൽ, യാനം എന്നീ പ്രദേശങ്ങളാണ്. ഇനി കർണാട്ടിക് യുദ്ധങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു എക്സ്ട്രാ റീഡിങ്സും നമുക്ക് ഇവിടെ ഒരു ബോക്സിൽ തന്നിട്ടുണ്ട്. അത് ഒന്ന് നോക്കാം. ഇന്ത്യയിലെ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിലുണ്ടായ യുദ്ധങ്ങൾ ആണ് കർണാട്ടിക് യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇന്നത്തെ തമിഴ്നാടിൻ്റെ ഭൂരിപക്ഷ പ്രദേശങ്ങളും ആന്ധ്രാപ്രദേശിൻ്റെ തെക്കൻ പ്രദേശങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് കർണാട്ടിക്. മുമ്പ് കർണാട്ടിക് യുദ്ധങ്ങളാണ് നടന്നിരുന്നത്. The wars fought between the British and the French in India are known as the Carnatic War. These battles took place in the Carnatic region, which included a major portion of the present day in Tamil Nadu and the coastal areas of southern Andhra Pradesh. There were 3 Carnatic Wars. 3 കർണാട്ടിക് യുദ്ധങ്ങളാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അത് ഏതൊക്കെയാണെന്ന് പിന്നീട് നമുക്ക് പഠിക്കാനുള്ളതാണ്. ഇനി പറയാവുന്നത് കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്കാണ്. ഫ്രം ട്രേഡ് ടു പവർ. We had a discussion on the English East India Company at the beginning of this lesson. The English East India Company was established by the British in 1600 for trade with Asia. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കുറിച്ചിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ മെൻഷൻ ചെയ്തതാണ്. ഏഷ്യയുമായിട്ടുള്ള വ്യാപാര ബന്ധത്തിന് ബ്രിട്ടീഷുകാർ 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചതെന്ന് നമുക്കറിയാം. Then the representative of the company, Captain William Hawkins, obtained permission from then Mughal Emperor Jahangir to set up a factory in Surat, Gujarat. The company then started factories in different parts of India. After gaining dominance in Madras, Bombay and Calcutta, the company began to interfere in the administration of these territories. കമ്പനിയുടെ പ്രതിനിധി ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് അന്നത്തെ മുഗൾ ചക്രവർത്തി ജഹാംഗീറിൽ നിന്ന് അനുമതി നേടി ഗുജറാത്തിലെ സൂററ്റിൽ ഒരു കച്ചവട താവളം സ്ഥാപിച്ചു. അതായത് ഒരു ഫാക്ടറി സ്ഥാപിച്ചു. തുടർന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കമ്പനി ഫാക്ടറികൾ ആരംഭിച്ചു. അതിനെ തുടർന്ന് മദ്രാസ്, ചെന്നൈ, ബോംബെ, മുംബൈ, കൽക്കട്ട എന്നീ പ്രദേശങ്ങളിൽ ആധിപത്യം നേടിക്കൊണ്ട് കമ്പനി അവിടങ്ങളിലെ ഭരണങ്ങളിൽ ഇടപെടാൻ തുടങ്ങി. അതായത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ പ്രദേശങ്ങളിലെ എല്ലാ അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റത്തിൽ ഇടപെടാൻ തുടങ്ങി. നേരിട്ടുള്ള ഒരു ഇൻ്റർഫിയറിങ് ചെയ്യാനായിട്ട് ആരംഭിച്ചു. ഇനി നമുക്ക് ദ ബ്രിട്ടീഷ് എസ്റ്റാബ്ലിഷ്ഡ് പൊളിറ്റിക്കൽ ഡോമിനൻസ് ഇൻ ഇന്ത്യ വിത്ത് ദ ബാറ്റിൽ ഓഫ് പ്ലാസി ഇൻ 1757.
അല്ലേ? അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കുന്നത് ഈ പ്ലാസി യുദ്ധത്തിലൂടെയാണ്. 1757 പ്ലാസി യുദ്ധം സ്റ്റാർട്ട് ചെയ്തത്. ദ നവാബ് ഓഫ് ബംഗാൾ സിറാജ് ഉദ്ദൗള വാസ് ഡിഫീറ്റഡ് ഇൻ ദിസ് ബാറ്റിൽ ബൈ ദ ഫോഴ്സസ് ഓഫ് ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ലെഡ് ബൈ റോബർട്ട് ക്ലൈവ്. The conquest of Bengal helped the British to bring other parts of India under their control. Land taxes in agriculturally rich Bengal helped the British build up their military power and raise money to conquer the rest of the country. With the Battle of Buxar in 1764. ഇനി ബാറ്റിൽ ഓഫ് ബുക്സാർ ആണ്. ബാറ്റിൽ ഓഫ് ബുക്സാർ സ്റ്റാർട്ട് ചെയ്തത് 1764 അതിൻ്റെ മുന്നേ ആയിട്ട് തന്നെ നമുക്ക് ബംഗാളിലെ നവാബായിരുന്ന സിറാജ് ഉദ്ദൗളയെ റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യം യുദ്ധത്തിൽ പരാജയപ്പെടുത്തി എന്നറിയേണ്ടതുണ്ട്. ബംഗാളിൻ്റെ ഭരണം പിടിച്ചെടുത്തത് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങൾ തങ്ങളുടെ അധീനതയിൽ കൊണ്ടുവരാൻ സഹായകമായി. കാർഷിക സമ്പന്നമായ ബംഗാളിലെ ഭൂനികുതി കൊണ്ട് ബ്രിട്ടീഷുകാർ സൈനിക ശക്തി മെച്ചപ്പെടുത്തുകയും രാജ്യത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ കീഴടക്കാനുള്ള പണം സ്വരൂപിക്കുകയും ചെയ്തു. Battle of Buxar, company acquired the right to collect taxes in the provinces of Bihar, Bengal and Orissa. With that, the East India Company's administrative presence in India became stronger. The British defeated the combined forces of Mughal ruler Shah Alam II, the Nawab Shuja-ud-Dawla and the Nawab of Bengal Mir Qasim in this battle. 1764 ബാറ്റിൽ ഓഫ് ബുക്സാർ എന്ന സ്ഥലത്ത് വെച്ചുണ്ടായ യുദ്ധത്തോടെ ബീഹാർ, ബംഗാൾ, ഒറീസ എന്നീ പ്രവിശ്യകളിലെയൊക്കെ നികുതി പിരിക്കാനുള്ള അവകാശം ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്വന്തമാക്കി. അതോടെ ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണ സാന്നിധ്യം കൂടുതൽ ശക്തമായി. മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാ ആലം രണ്ടാമൻ, അവധിയിലെ നവാബായിരുന്ന ഷുജ-ഉദ്-ദൗള, ബംഗാളിലെ നവാബായിരുന്ന മിർ ഖാസിം എന്നിവരുടെ സംയുക്ത സൈന്യത്തെയാണ് ബ്രിട്ടീഷുകാർ ഈ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയത്. മദ്രാസ്, ബോംബെ, കൽക്കത്ത എന്നീ പ്രദേശങ്ങളുടെ ആധിപത്യം നേടിക്കൊണ്ട് ഭരണകാര്യങ്ങളിൽ കമ്പനി ഇടപെടാനായിട്ട് ഇത് കൂടുതൽ സഹായിക്കുകയാണ് ഉണ്ടായത്. റോബർട്ട് ക്ലൈവിൻ്റെ ഒരു കോട്ടാണ് നെക്സ്റ്റ് പറയുന്നത്. സെൻഡ് മീ 2000 സോൾജേഴ്സ്, ഐ വിൽ കോൺക്വർ ഇന്ത്യ. അതായത് എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഇന്ത്യയെ പിടിച്ചടക്കാം എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു കോട്ടാണ്. റോബർട്ട് ക്ലൈവ് വാചകമാണ് ഇത്. നെക്സ്റ്റ്, യു ഹാവ് റീഡ് ദിസ് ദ വേർഡ്സ് ഓഫ് റോബർട്ട് ക്ലൈവ് who was the military commander of the English East India Company. Why do you think the commanded like this? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈനിക തലവനായിരുന്ന റോബർട്ട് ക്ലൈവിൻ്റെ വാക്കുകളാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത്. അദ്ദേഹം ഇങ്ങനെ ഒരു അഭിപ്രായം പറയാൻ കാരണം, അതിനുള്ള റീസൺ എന്താണെന്ന് നോക്കാം. ഡിസ്യൂണിറ്റി അമംഗ് ഇന്ത്യൻ പ്രിൻസ്ലി സ്റ്റേറ്റ്സ്, അതായത് ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾക്കിടയിലെ അനൈക്യം. ദെൻ മിലിറ്ററി ആൻഡ് ടെക്നോളജിക്കൽ സുപ്രമസി ഓഫ് ദ ബ്രിട്ടീഷുകാരുടെ മെച്ചപ്പെട്ട സൈനിക സാങ്കേതിക വിദ്യ, അതും ഒരു കാരണമാണ്. നെക്സ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് ദ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആൻഡ് ദ കമ്പനി. നാട്ടുരാജ്യങ്ങളും കമ്പനിയും, അതായത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ദ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ were subjugated by the British through wars and diplomacy. ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ യുദ്ധത്തിലൂടെയും നയതന്ത്രത്തിലൂടെയും ഒക്കെയാണ് ബ്രിട്ടീഷുകാർ കീഴ്പ്പെടുത്തിയതെന്ന് നമുക്കറിയാം, അല്ലേ? വാർസ് ആൻഡ് ഡിപ്ലോമസി, വളരെയധികം ഡിപ്ലോമാറ്റിക്കലി ആണ് അവർ നമ്മെ കീഴ്പ്പെടുത്തിയത്. ദ ആംഗ്ലോ മൈസൂർ വാർസ് were fought between the southern princely states of Mysore and the English East India Company. The Mysore army was led by Hyder Ali, who was the ruler of Mysore, and his son Tipu Sultan. The company army
and the Mysore sultans clashed 4 times. After Hyder Ali's death in 1782, Tipu Sultan commanded the Mysore forces. In the fourth Mysore Wars of 1799, fourth Mysore Wars start ചെയ്തത് 1799 Mysore fell when Tipu Sultan was killed by the കമ്പനി ഫോഴ്സസ്. ദക്ഷിണേന്ത്യയിലെ നാട്ടുരാജ്യമായിരുന്ന മൈസൂരും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നത്. മൈസൂർ ഭരണാധികാരിയായിരുന്ന ഹൈദർ അലിയും മകൻ ടിപ്പു സുൽത്താനുമാണ് മൈസൂർ സേനയെ ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 4 തവണ കമ്പനി സൈന്യവും മൈസൂർ സുൽത്താൻമാരും തമ്മിൽ ഏറ്റുമുട്ടി. 1782 ഹൈദരാലിയുടെ മരണാനന്തരം ടിപ്പു സുൽത്താൻ മൈസൂർ സേനയെ നയിച്ചു. 1799 4ാം മൈസൂർ യുദ്ധത്തിൽ കമ്പനി സൈന്യം ടിപ്പു സുൽത്താനെ വധിച്ചതോടെ മൈസൂർ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി. The Anglo-Maratha Wars were fought between the English East India Company and the Maratha Kingdom. With the Third Anglo-Maratha War and the Maratha territories came under the British control. With the defeat of the Sikhs in the Anglo-Sikh Wars between the English East India Company and the Sikhs, പഞ്ചാബ് കെയിം അണ്ടർ ദ ബ്രിട്ടീഷ് റൂൾ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മറാത്ത രാജ്യവും തമ്മിൽ നടന്ന യുദ്ധമാണ് ആംഗ്ലോ മറാത്ത യുദ്ധങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടത്. 3ാം ആംഗ്ലോ മറാത്ത യുദ്ധത്തോടെ മറാത്ത ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ബ്രിട്ടീഷ് ഭരണത്തിൻ നിയന്ത്രണത്തിലായി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും സിക്കുകാരും തമ്മിൽ നടന്ന ആംഗ്ലോ സിഖ് യുദ്ധങ്ങളിലെ സിക്കുകാരുടെ പരാജയത്തോടെ പഞ്ചാബ് ബ്രിട്ടീഷ് അധീനതയിലാവുകയും ചെയ്തു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആധിപത്യം സംബന്ധിച്ച പ്രധാന സംഭവങ്ങൾ ഉൾപ്പെട്ട് തയ്യാറാക്കിയ ഫ്ലോ ചാർട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. കീഴടക്കിയ പ്രദേശങ്ങളിൽ നിന്നും പരമാവധി സമ്പത്ത് കൈക്കലാക്കുക എന്നതായിരുന്നു ബ്രിട്ടീഷുകാരുടെ ആത്യന്തിക ലക്ഷ്യവും. അതിനായി അവർ സ്വീകരിച്ച മാർഗങ്ങളാണ് കച്ചവടം, നികുതി പിരിവ്, അതേപോലെ യുദ്ധമുറകൾ. അതൊക്കെ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ പോളിസീസാണ് ഇനി പറഞ്ഞേക്കുന്നത്. ദ ടാക്സ് പോളിസീസ് ഇംപ്ലിമെൻറ്റഡ് ബൈ ദ ബ്രിട്ടീഷ്. അവർക്ക് നമ്മുടെ ഭൂസമ്പത്തൊക്കെ അവരുടെ പരിധിയിലാവാൻ, നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ അവരുടെ അധിനിവേശ പ്രദേശങ്ങളായി മാറാൻ വേണ്ടിയിട്ട് അവർ കുറേ അധികം പോളിസീസ് ഇംപ്ലിമെൻറ്റഡ് ചെയ്തു. ആ പോളിസീസാണ് ഇനി പറയുന്നത്. ഒന്നാമത്തത് ടാക്സ്, ഇംപ്ലിമെൻറ്റഡ് ഏരിയാസ്, അതായത് നടപ്പിലാക്കിയ പ്രദേശങ്ങൾ, നികുതി, പിന്നെ അത് നടപ്പിലാക്കിയ ഏരിയാസ് പ്രദേശങ്ങൾ, അതേപോലെ എക്സിക്യൂട്ടഡ് പേഴ്സൺസ് നടപ്പിലാക്കിയ വ്യക്തി അല്ലേ. ഈ പോളിസീസൊക്കെ നടപ്പിലാക്കാൻ ഓരോ വ്യക്തിയെ നിയോഗിച്ചിട്ടുണ്ടാവും. ഓരോ ലോഡ് പ്രഭുക്കന്മാരായിരിക്കും. അതൊക്കെ അവരുടെ ഇടയിൽ തന്നെ, ബ്രിട്ടീഷുകാരുടെ ഇടയിൽ തന്നെ അവരോട് കൂറുള്ളവരായിട്ടുള്ള ഭരണാധികാരികളായിരിക്കും ഈ പോളിസീസൊക്കെ നടപ്പാക്കുന്നത്. ഇനി അതിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ സവിശേഷതകളും ആണ് കാറ്റഗറൈസ് ചെയ്ത് തന്നത്. അപ്പോൾ അതിൽ ടാക്സിൽ വരുന്നതാണ് പെർമനൻ്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ്, അതായത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. 1793 അത് സ്റ്റാർട്ട് ചെയ്തത്. നടപ്പിലാക്കിയ പ്രദേശങ്ങൾ വരുന്നത് ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിലാണ് പെർമനൻ്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. നടപ്പിലാക്കിയ വ്യക്തി, അത് എക്സിക്യൂട്ട് ചെയ്തത് ആരാണെന്ന് വെച്ചാൽ ലോർഡ് കോൺവാലിസ് ആയിരുന്നു. ഇനി അതിൻ്റെ ഫീച്ചേഴ്സാണ് പറയുന്നത്. എന്തൊക്കെയാണ് പെർമനൻ്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ്സിൻ്റെ ഫീച്ചേഴ്സ്? ദ സെമീന്ദാസ് ഹൂ വർ ദ ലാൻഡ് ലോഡ്സ് കളക്റ്റഡ് ഹൈ ടാക്സസ് ഓൺ ബിഹാഫ് ഓഫ് ദ ബ്രിട്ടീഷ്. ഭൂവുടമകളായിരുന്ന സെമീന്ദാർമാർ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഉയർന്ന നിരക്കിൽ നികുതി പിരിച്ചു അല്ലേ. ഈ ലാൻഡ് ഓണേഴ്സൊക്കെ, അതിൻ്റെ ഉടമകളായിരുന്നവർ ഹൈ ടാക്സസ് ആണ് കളക്ട് ചെയ്തിരുന്നത്. അവർ ബ്രിട്ടീഷുകാരോട് കൂറുള്ളവരായിരുന്നു, അതുകൊണ്ട് തന്നെ ഹൈ ടാക്സസ് കളക്ട് ചെയ്തു. ദെൻ വിളവിലുള്ള ഏറ്റക്കുറച്ചിലുകൾ പരിഗണിക്കാതെ എപ്പോഴും
അവർ കൾട്ടിവേഷൻ ചെയ്യുന്ന സമയത്ത് ഒരേപോലെയുള്ള ഉൽപ്പന്നങ്ങളും ആദായങ്ങളും ഒന്നല്ല ലഭിച്ചു കൊണ്ടിരുന്നത്. അതിൽ ഏറ്റക്കുറച്ചിലുകൾ വരും, ചിലപ്പോൾ കൂടുതലുണ്ടാവും, കുറവ് വന്നുണ്ടാവും. അതൊന്നും പരിഗണിക്കാതെ ഒരു നിശ്ചിത തുക കർഷകർ നിർബന്ധമായും നികുതിയായിട്ട്, ടാക്സായിട്ട് കൊടുക്കണമെന്ന് ഒരു നിർബന്ധമായിരുന്നു. അതാണ് പെർമനൻ്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ് മറ്റൊരു ഫീച്ചേഴ്സ്. അതായത് ഫാർമേഴ്സ് വർ റിക്വയർഡ് ടു പേ എ ഫിക്സഡ് എമൗണ്ട് ആസ് ടാക്സ് റിഗാർഡ്ലെസ് ഓഫ് ഫ്ലക്ച്വേഷൻസ് ഇൻ yield. നെക്സ്റ്റ് റൈറ്റ് വാലി സമ്പ്രദായം 1820 റൈറ്റ് വാലി സിസ്റ്റമാണ് ഇനി പറയാൻ പോകുന്നത്. അത് സൗത്ത് ഇന്ത്യയിലെ ഡക്കാണിലാണ് തോമസ് മൺറോ എന്നുള്ള ലോർഡാണ് അത് എക്സിക്യൂട്ട് ചെയ്തത്. കൂടാതെ അലക്സാണ്ടർ റീഡും, ഇവർ രണ്ടുപേരും, തോമസ് മൺറോ ആൻഡ് അലക്സാണ്ടർ റീഡ്. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ പെസൻസ് വർ കൺസിഡേർഡ് ആസ് ലാൻഡ് ലോഡ്സ്, കർഷകരെ ഭൂ ഉടമകളായിട്ട് പരിഗണിക്കുകയാണ് ഉണ്ടായത്. ദ ബ്രിട്ടീഷ് കളക്റ്റഡ് ടാക്സസ് ഡയറക്ട്ലി ഫ്രം ദ ഫാമേഴ്സ്, ബ്രിട്ടീഷുകാർ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിച്ചിരുന്നു. ദ ബ്രിട്ടീഷ് സീസ്ഡ് ദ ലാൻഡ് ഓഫ് ഫാമേഴ്സ് ഹൂ ഫെയിൽഡ് ടു പേ ടാക്സസ്, നികുതി നൽകുന്നതിൽ വീഴ്ച വരുത്തിയ കർഷകരുടെ ഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചടക്കുകയും ചെയ്തിരുന്നു. ഈ 3 ഫീച്ചേഴ്സാണ് പ്രധാനമായിട്ട് റൈറ്റ് വാലി സിസ്റ്റത്തിൽ വരുന്നത്. നെക്സ്റ്റ് വന്നത് മാൽവാരി സിസ്റ്റമാണ്. മാൽവാരി സമ്പ്രദായം 1822 ഇംപ്ലിമെൻറ്റ് ചെയ്തത്. അതായത് നോർത്ത് ഇന്ത്യ, സെൻട്രൽ ഇന്ത്യ, പഞ്ചാബ് എന്നീ പ്രദേശങ്ങളിലായിരുന്നു, എന്നീ ഏരിയാസിലായിരുന്നു ഇത് വ്യാപിച്ചു കിടന്നിരുന്നത്. ഉത്തരേന്ത്യയിലും മധ്യേന്ത്യയിലും പഞ്ചാബിലുമായിട്ടാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തിരുന്നത്. ഹോൾട്ട് മാക്കൻസി എന്നുള്ള ലീഡറായിരുന്നു ഇത് എക്സിക്യൂട്ട് ചെയ്തത്. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ദ വില്ലേജ് വാസ് ട്രീറ്റഡ് ആസ് എ യൂണിറ്റ് ആൻഡ് ടാക്സ് വാസ് കളക്റ്റഡ്. അത് ഒരു ഗ്രാമത്തെ ഒരു യൂണിറ്റായിട്ട് കണക്കാക്കിയിട്ടായിരുന്നു നികുതി പിരിച്ചിരുന്നത്. ദ വില്ലേജ് വാസ് ട്രീറ്റഡ് ആസ് എ യൂണിറ്റ് ആൻഡ് ടാക്സ് വാസ് കളക്റ്റഡ്. ദെൻ നികുതിയിൽ വീഴ്ച വരുത്തുന്ന ഗ്രാമത്തെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ദ വില്ലേജ് വിച്ച് ഡിഫോൾട്ടഡ് ഇൻ ടാക്സ് പേയ്മെൻറ്റ് വാസ് അനക്സഡ് ടു ബ്രിട്ടീഷ് ഇന്ത്യ. കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അവർക്ക് നികുതി കൊടുക്കാതിരുന്നാൽ ആ ഒരു ഗ്രാമത്തെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തിരുന്നു. അതാണ് ഇതിൻ്റെ മാൽവാരീൻ്റെ ഫീച്ചേഴ്സ് വരുന്നത്. ഇനി നമുക്ക് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി സമ്പ്രദായങ്ങളുടെ, അതായത് ഈ ടാക്സ് സിസ്റ്റത്തിൻ്റെ പൊതു സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയത് എന്തൊക്കെ പൊതു സവിശേഷതകളാണെന്ന് നോക്കാം. ഉയർന്ന നികുതി നിരക്കായിരുന്നു ഒന്ന്, ഹയർ ടാക്സ് റേറ്റ്, ഉയർന്ന നികുതി നിരക്ക്. പിന്നെ നിർബന്ധിത നികുതി, അതായത് നികുതി ടാക്സ് കമ്പൽസറി ആക്കി. പിന്നീട് കർഷകരിൽ നിന്നും നേരിട്ടുള്ള നികുതി പിരിവായിരുന്നു ഒന്ന്. പിന്നെ വിളവ് കുറവായാലും കൂടുതലായാലും ഒരു നിശ്ചിത തുക, അതായത് ക്രോപ്സിലുള്ള ഫ്ലക്ച്വേഷൻസ് ഒന്നും കണക്കിലെടുക്കാതെ ഒരു നിശ്ചിത തുക, ഒരു ഫിക്സഡ് എമൗണ്ട് ബ്രിട്ടീഷുകാർക്ക് നികുതിയായിട്ട് കൊടുക്കേണ്ടിയിരുന്നു. ഇതൊക്കെയായിരുന്നു പൊതു സവിശേഷതകൾ എന്ന് പറയുന്നത്. വിത്ത് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ദ ബ്രിട്ടീഷ് ടാക്സ് സിസ്റ്റം, farmers were forced to take loans from money lenders so as not to lose their agricultural land. This resulted in farmers falling into debt traps. Money lenders had the power to seize the land of these farmers. The new legal system and the land tax systems of the British encouraged money lenders. Instead of food crops, the British forced the farmers to grow cash crops such as indigo and cotton, which they needed. The spread of cash crops also led to reduced production of food crops, which led to food shortage. This increased commercialization of agriculture helped the money lenders exploit the farmers. After the harvest, the farmers were forced to sell the agricultural products at whatever price they could set.
ദാറ്റ് മീൻസ് ബ്രിട്ടീഷുകാർ നികുതി സമ്പ്രദായത്തിൻ്റെ ഫലമായി കൃഷിഭൂമി നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇടപാടുകാരിൽ നിന്നും, അതായത് മണി ലെൻഡേഴ്സിൽ നിന്നും പണം കടം വാങ്ങാൻ കർഷകർ നിർബന്ധിതരായി. അതിൻ്റെ ഫലമായി കർഷകർ കൂടുതൽ കടക്കണിയിലാവുകയും ചെയ്തു. ഇവരുടെ ഭൂമി പിടിച്ചെടുക്കുവാനുള്ള അധികാരം പണമിടപാടുകാർക്കുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരുടെ പുതിയ നിയമവ്യവസ്ഥയും ഭൂനികുതി സമ്പ്രദായങ്ങളും പണമിടപാടുകാരെ പ്രോത്സാഹിപ്പിക്കുന്നതായിരുന്നു. ഭക്ഷ്യവിളകൾക്ക് പകരം ബ്രിട്ടീഷുകാർക്ക് ആവശ്യമായ നീലം, പരുത്തി തുടങ്ങിയ നാണ്യവിളകൾ കൃഷി ചെയ്യാൻ ബ്രിട്ടീഷുകാർ കർഷകരെ നിർബന്ധിച്ചു. നാണ്യവിളകളുടെ വ്യാപനം ഭക്ഷ്യവിളകൾ കുറയുന്നതിനും ഭക്ഷ്യക്ഷാമത്തിന് കാരണമാവുകയും ചെയ്തു. കാർഷിക മേഖലയിൽ വർദ്ധിച്ചു വരുന്ന ഈ വാണിജ്യവൽക്കരണം കർഷകരെ കൂടുതലായി എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പണമിടപാടുകാരെ സഹായിക്കുകയും ചെയ്തു. വിളവെടുത്തു കഴിഞ്ഞാൽ കർഷകർ കിട്ടുന്ന വിലയ്ക്ക് കാർഷികോൽപ്പന്നങ്ങൾ വിൽക്കേണ്ടതായി വരികയാണ് വന്നത്. ബ്രിട്ടീഷുകാരുടെ നികുതി നയങ്ങൾ കർഷകരെ എങ്ങനെയെല്ലാം ബാധിച്ചു എന്നാണ് നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത്. എക്സാമിൻ ദ ബ്രിട്ടീഷ് ടാക്സ് പോളിസീസ് എഫക്റ്റഡ് ദ ഫാമേഴ്സ്. അല്ലേ, ഫാമേഴ്സിനെ എങ്ങനെയെല്ലാമാണ് ഇവരുടെ ഈ നികുതി പരിഷ്കരണം എഫക്റ്റ് ചെയ്തത്, ഫാർമേഴ്സിനെ എങ്ങനെയെല്ലാം ഏതൊക്കെ തരത്തിൽ എഫക്റ്റ് ചെയ്തു എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. പ്രധാനമായിട്ടും 4 തരത്തിലാണ് അവരെ എഫക്റ്റ് ചെയ്തത്. അതായത് ഫാർമേഴ്സ് ഫൗണ്ട് ഇറ്റ് ഡിഫിക്കൽട്ട് ടു പേ ദ ഹൈ ടാക്സസ്. ഫാർമേഴ്സ് അവരുടെ ഈ ഉയർന്ന നിരക്കിലുള്ള നികുതി അടയ്ക്കാൻ വളരെയധികം ബുദ്ധിമുട്ടി. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയുള്ള ഈ ഹൈ ടാക്സ് റേറ്റ് അത് അടയ്ക്കാൻ വേണ്ടിയിട്ട് കർഷകർ വളരെയധികം ബുദ്ധിമുട്ടുകയാണ് ചെയ്തത്. പിന്നീട് ഈവൻ ഇഫ് ക്രോപ്സ് were damaged due to flood or drought, there was no tax relief. വെള്ളപ്പൊക്കമോ വരൾച്ചയോ ഒക്കെ മൂലം കൃഷി നശിച്ചാലും നികുതിയിൽ ഒരു ഇളവും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ക്രോപ്സിലുള്ള ഫ്ലക്ച്വേഷൻസ് ഒന്നും അവരുടെ നികുതി കുറയാനായിട്ട് സഹായിച്ചിരുന്നില്ല. എന്തൊക്കെ നാശനഷ്ടങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും എന്താണ് ഡ്രോട്ട് വന്നാലും ഫ്ലഡ് വന്നിട്ടുണ്ടെങ്കിലും ഒക്കെ എന്താണ് ഒരു ഫിക്സഡ് എമൗണ്ട് ടാക്സ് റേറ്റ് ആയിട്ട് കൊടുക്കേണ്ടിയിരുന്നു. ഫാർമേഴ്സ് ഹാഡ് ടു റിലേ ഓൺ മണി ലെൻഡേഴ്സ് ടു അവോയ്ഡ് ലൂസിങ് ദെയർ ഫാം ലാൻഡ്. അതായത് കർഷകർക്ക് കൃഷിഭൂമി നഷ്ടപ്പെടാതിരിക്കാൻ പണമിടപാടുകാരെ ആശ്രയിക്കേണ്ടി വരികയാണ് ഉണ്ടായത്. Then farmers lost their land. കടക്കണിയിൽപ്പെട്ട കർഷകർക്ക് ഭൂമി നഷ്ടപ്പെട്ടു. Then the peasants, the British policies made the lives of artisans also miserable. Machine-made products from Britain were imported into India. Due to the competition with such products, the market for handicraft products such as cotton, silk, wool, clothes, pottery, leather, and edible oil was lost. This led to the loss of employment for those engaged in handicrafts. Many were forced to give up their traditional occupations. കർഷകരെ പോലെ തന്നെ കൈത്തൊഴിലുകാരെയും ബ്രിട്ടീഷ് നയങ്ങൾ ദുരിതത്തിലാക്കി. ബ്രിട്ടനിൽ നിന്നുള്ള യന്ത്രനിർമ്മിത ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെട്ടു. അവയുമായുള്ള മത്സരം മൂലം കൈത്തൊഴിലുകാരുടെ ഉൽപ്പന്നങ്ങളായ പരുത്തി, പട്ട്, കമ്പിളി വസ്ത്രങ്ങൾ, മൺപാത്രം, തുകൽ, പക്ഷിയെണ്ണ തുടങ്ങിയവയുടെ വിപണി നഷ്ടപ്പെട്ടു. ഇത് കരകൗശല തൊഴിലിൽ ഏർപ്പെട്ടിരുന്നവരുടെ തൊഴിൽ നഷ്ടമാകുന്നതിനും കാരണമായി. പലരും തങ്ങളുടെ പരമ്പരാഗത കൈത്തൊഴിലുകൾ ഉപേക്ഷിക്കാൻ നിർബന്ധിതരായി. ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക നയങ്ങൾ കർഷകരെയും കൈത്തൊഴിലുകാരെയും എങ്ങനെ ബാധിച്ചു എന്നുള്ളത് ഈ ഓരോ ഭാഗത്തെ ആസ്പദമാക്കി നിങ്ങൾക്കൊരു പ്രോജക്റ്റ് തയ്യാറാക്കാവുന്നതാണ്. ഇനി നമുക്ക് പറയാനുള്ളത് റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരെയുള്ള പോരാട്ടങ്ങൾ. ദ ഇക്കണോമിക് പോളിസീസ് ഓഫ് ദി ബ്രിട്ടീഷ് അഡ്വേഴ്സ്ലി അഫക്റ്റഡ് വേരിയസ് സെക്ഷൻസ് ഓഫ് ദ പോപ്പുലേഷൻ ഇൻ ഇന്ത്യ. People rioted against them. Let us get to know of such riots. അതായത് ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക നയങ്ങൾ ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളെ പ്രതികൂലമായി ബാധിച്ചു. ജനങ്ങൾ അവർക്കെതിരെ കലാപങ്ങൾ ആരംഭിച്ചു.
അത്തരത്തിൽ ആരംഭിച്ച കലാപങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ആ ഒരു പോരാട്ടത്തിൽ സന്യാസിമാരും പങ്കാളികളാവുകയാണ് ചെയ്തത്. അതായത് വിവിധ ജനവിഭാഗങ്ങളെ ബ്രിട്ടീഷുകാരുടെ ഈ നയങ്ങൾ വളരെയധികം പ്രതികൂലമായി ബാധിച്ചു. അതിനെ തുടർന്ന് സന്യാസിമാർ രംഗത്ത് വരികയാണ് ഉണ്ടായത്. സമ്മർ ഇൻ 1773 ഒരു വേനൽക്കാലത്ത് ബംഗാളിലെ പദച്ചിഹ്ന എന്ന ഗ്രാമത്തിൽ നടന്ന സംഭവമാണ് പറയുന്നത്. സന്യാസിമാർ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രതിരോധം സൃഷ്ടിച്ചതായ ഒരു സംഭവമായിരുന്നു അത്. പദച്ചിഹ്നം എന്ന ഗ്രാമത്തിലെ മഴ പെയ്തപ്പോൾ ജനങ്ങൾ ആഹ്ലാദിച്ചു. പക്ഷേ മഴ പെട്ടെന്ന് നിലച്ചു. വിളകളെല്ലാം ഉണങ്ങിപ്പോയി. നാട്ടിൽ ക്ഷാമം പടർന്നു പിടിച്ചു. സർക്കാർ നികുതി പിരിവ് നിർത്തിയില്ല. നികുതി കുടിശ്ശികയടക്കം കർശനമായി പിരിക്കാൻ അവർ ഓടി നടന്നു. അതായത് മഴ പെയ്യാതെ ഭക്ഷ്യക്ഷാമം നേരിട്ടുവെങ്കിലും ടാക്സിൽ ഒരു ഇളവും ബ്രിട്ടീഷുകാർ നൽകിയിരുന്നില്ല. ഈ ടാക്സ് പിരിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ഇതര ജനങ്ങളുടെ വിഭാഗങ്ങളുടെ ഇടയിലും ഓടി നടക്കുകയുണ്ടായത്. അത് ബംഗാളിനെ ദയനീയമായ ഒരവസ്ഥയിലേക്ക് മാറ്റി തീർക്കപ്പെട്ടു. People suffered. They sold their cattle, then they sold their tools used for agriculture. They even sold the seeds, then their jewelry and utensils. Some had to even remove the doors of their houses and sell them. After all, human beings have no value in the market. Therefore, nobody could sell them in the market. ജനങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടു ഈ ഒരു പോരാട്ടത്തിൽ. കന്നുകാലികളെ വിറ്റു. കൃഷിപ്പണിക്കുള്ള ആയുധങ്ങൾ പോലും അവർ വിൽക്കുകയാണ് ഉണ്ടായത്. വിത്ത് പോലും കൊടുക്കേണ്ടി വന്നു. വീട്ടിലെ പണ്ടങ്ങളും പാത്രങ്ങളും എല്ലാം വിറ്റഴിച്ചു. ചിലർക്ക് വീടിൻ്റെ വാതിൽ പോലും പൊളിച്ച് വിൽക്കേണ്ടി വന്നു. മനുഷ്യർക്ക് വിലയില്ലല്ലോ, അതുകൊണ്ട് മനുഷ്യരെ വിൽക്കാൻ സാധിച്ചില്ല. ഗ്രാമീണർ പലതരത്തിലുള്ള പുല്ലുകളും ഇലകളും കിഴങ്ങുകളും പറിച്ചെടുത്ത് തിന്നേണ്ടെന്ന ഒരു സ്ഥിതിയിലേക്ക് മാറി. എലികളെയും പൂച്ചകളെയും നായകളെയും കൊന്നു തിന്ന് വിശപ്പടക്കി. രോഗങ്ങൾ പടർന്നു പിടിച്ചു. അതിനെ തുടർന്നിട്ട് പലതരത്തിലുള്ള രോഗങ്ങളും അവർക്ക് പടർന്നു പിടിച്ചു. പനിയും പ്ലാഗും വസൂരിയും കാറ്റുപോലെ കർഷകർക്കിടയിൽ പരന്നു പെരുകുകയാണ് ഉണ്ടായത്. രോഗികളെ ശുശ്രൂഷിക്കാനോ ശവങ്ങൾ മറവു ചെയ്യാനോ ആളില്ലാതെയായി. വീടുകളിൽ ശവശരീരങ്ങൾ അനാഥമായി കിടന്നു ചീഞ്ഞു നാറി. ബംഗാളിലെ പദച്ചിഹ്ന എന്ന ഗ്രാമത്തിൽ നടന്ന ഒരു സംഭവമാണിത്. സൈകെട്ട് സന്യാസിമാർ പോലും ബ്രിട്ടീഷുകാർക്കെതിരെ പ്രതികരിച്ചതിനെ തുടർന്നുണ്ടായ സംഭവമാണിത്. ഇത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിൽ പ്രതിപാദിച്ച ചെറിയൊരു ഭാഗം മാത്രമാണിത്. കൂടുതൽ നിങ്ങൾ അധിക വായനയ്ക്ക് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഭാഗം വായിച്ചാൽ മതി. The English East India Company made no effort to solve the problem of famine in Bengal. Hence, the poor peasants and laborers fought against the British, and this revolt was supported by the sannyasis. So, these are known as Sannyasi rebellion. Along with the sannyasis, the fakirs also joined the revolt against the British, and so this revolt is also called the Sannyasi Fakir Rebellion. Bhavani Pathak and മഞ്ജു ഷാ ലെഡ് ദ സന്യാസി ഫക്കീർ റെബല്യൻ. ബംഗാളിലുണ്ടായ ക്ഷാമം പരിഹരിക്കുന്നതിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി യാതൊരു ശ്രമവും നടത്തിയിരുന്നില്ല. അതിനാൽ ദരിദ്രരായ കർഷകരും തൊഴിലാളികളും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. കർഷക കലാപത്തിന് സന്യാസിമാരുടെ പൂർണ്ണ പിന്തുണയും ഉണ്ടായിരുന്നു. അതിനാൽ ഇവ സന്യാസി കലാപങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടു. സന്യാസിമാരോടൊപ്പം ഫക്കീർമാരും ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിൽ അണിചേർന്നു. അതുകൊണ്ട് ഈ കലാപത്തെ സന്യാസി ഫക്കീർ കലാപം എന്നും വിളിക്കുന്നുണ്ട്. ഭവാനി പഥക്, മജ്നു ഷാ എന്നിവരെയായിരുന്നു സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം നൽകിയത്. അപ്പോൾ ഈ ഒരു കലാപത്തിന് നേതൃത്വം നൽകിയ 2 പേരായിരുന്നു ഭവാനി പഥക്കും മജ്നു ഷാ എന്നിവരും. നെക്സ്റ്റ്, ഫ്രം അഗ്രികൾച്ചറൽ ടു റെബല്യൻ, അതായത് കൃഷിയിൽ നിന്ന് കലാപത്തിലേക്ക്.
The Neelam Peasant Revolt 1859 in Bengal was the most important agrarian revolt against the British colonial rule. Let us discuss the circumstances that led to the revolt. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിനെതിരെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക കലാപമായിരുന്നു ബംഗാളിലെ നീലം കർഷക കലാപം. 1859 ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇതിന് കാരണമായിട്ടുള്ള സാഹചര്യങ്ങൾ, ഒരുപാട് സർക്കംസ്റ്റാൻസസ് ഇതിന് കാരണമായിട്ടുണ്ട്. We can discuss that circumstances. The British planters forced the farmers to cultivate the indigo plant or amari plant for the factories established in the villages. അതായത് ബ്രിട്ടീഷുകാരായ തോട്ടക്കാർ, അതായത് ഇൻഡിഗോ പ്ലാന്റേഴ്സാണ്, കൂടുതൽ ഫാമേഴ്സും ഇൻഡിഗോ പ്ലാന്റേഴ്സാണ്. ഗ്രാമപ്രദേശങ്ങളിൽ താമസിച്ചിട്ടുള്ള ഫാക്ടറികൾക്ക് ആവശ്യമായിട്ടുള്ള അമരിച്ചെടി, ഇൻഡിഗോ പ്ലാന്റ് പറയുന്ന പേരാണ് അമരിച്ചെടി, അത് കൃഷി ചെയ്യാൻ കർഷകരെ കൂടുതലായിട്ട് ഫോഴ്സ് ചെയ്തു. അതാണ് ബ്രിട്ടീഷുകാർ ഫസ്റ്റായിട്ട് ചെയ്തത്. പിന്നീട് ഇൻഡിഗോ പ്രൊഡ്യൂസ് ഫ്രം ദി അമരി പ്ലാന്റ് കുഡ് ബി സോൾഡ് ഓൺലി ടു ദ ബ്രിട്ടീഷ്. അമരി ചെടിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന നീലം ബ്രിട്ടീഷുകാർക്ക് മാത്രമേ വിൽക്കാൻ കഴിയുമായിരുന്നുള്ളൂ. അങ്ങനെയൊരു കണ്ടീഷൻ അവർ വെക്കുകയാണ് ഉണ്ടായത്. ദ ബ്രിട്ടീഷ് പെയ്ഡ് ലെസ് ദാൻ മാർക്കറ്റ് പ്രൈസ് ഫോർ ദ ഇൻഡിഗോ ടു ദ ഫാർമേഴ്സ്. അമരി ചെടിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന നീലം ബ്രിട്ടീഷുകാർക്ക് മാത്രമാണ് വിൽക്കാൻ അധികാരം ഉണ്ടായിരുന്നത്. ആ ഒരു റൈറ്റ് ബ്രിട്ടീഷുകാർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതോടൊപ്പം തന്നെ നീലത്തിന് കമ്പോള വിലയേക്കാൾ താഴ്ന്ന വില മാത്രമാണ് ബ്രിട്ടീഷുകാർ കർഷകർക്ക് നൽകിയിരുന്നത്. അതായത് അവർക്ക് ഒരിക്കലും ഒരു മാർക്കറ്റ് പ്രൈസ് നൽകിയിരുന്നില്ല. വളരെ വില കുറച്ചിട്ടാണ് നീലത്തിന് ബ്രിട്ടീഷുകാർ കർഷകർക്ക് നൽകിയ വില. അതായത് ഈ നെക്സ്റ്റ് വരുന്നത് ഇറ്റ് ലെഡ് ടു സീവിയർ ഫുഡ് ഷോർട്ടേജ്, എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് എക്കണോമിക് ഹാർഡ്ഷിപ്പ്. കടുത്ത ഭക്ഷ്യക്ഷാമത്തിനും അതേപോലെ എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഇത് വഴി തെളിക്കുകയാണ് ഉണ്ടായത്. കർഷകർക്കിടയിൽ കടുത്ത ഭക്ഷ്യക്ഷാമവും ചൂഷണവും സാമ്പത്തിക അരാജകത്വത്തിലേക്കൊക്കെ ഈ ഒരു സാഹചര്യങ്ങൾ വഴിതെളിച്ചു. With the discovery of artificial dyes, the demand for indigo decreased and poverty increased. Left with no other option, the peasants turned to the path of agitation against the British. കൃത്രിമ ചായം കണ്ടെത്തിയതോടെ നീലത്തിൻ്റെ ആവശ്യകത കുറഞ്ഞത് ദാരിദ്ര്യം വർദ്ധിപ്പിച്ചു. കർഷകർക്കിടയിലുള്ള ദാരിദ്ര്യം ഒന്നുകൂടി അത് വർദ്ധിപ്പിക്കാനായി. കാരണം കൃത്രിമ ചായ, ആർട്ടിഫിഷ്യൽ ഡയസ് വന്നതോട് കൂടിയിട്ട് യഥാർത്ഥ നീലത്തിൻ്റെ പ്രാധാന്യം കുറഞ്ഞു. അത് കർഷകർക്കിടയിൽ കടുത്ത ദാരിദ്ര്യം ഉണ്ടാക്കുകയും ചെയ്തു. മറ്റു വഴികളില്ലാതെ കർഷകർ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രക്ഷോഭത്തിൻ്റെ പാതയിലേക്ക് തിരിഞ്ഞു. എല്ലാ വഴികളും കർഷകർക്ക് അടഞ്ഞിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ പെസൻസും, അതായത് ഇൻഡിഗോ ഫാമേഴ്സ് മാത്രമല്ല, എല്ലാ തരത്തിലുള്ള പെസൻസും ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ അണിനിരന്നു. ഇറ്റ് വാസ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ദിഗംബർ ബിസ്വാസ് ആൻഡ് വിഷ്ണു ബിസ്വാസ് വാസ് ദ റിവോൾട്ട് സ്റ്റാർട്ടഡ്. ഈ ഒരു കലാപം സ്റ്റാർട്ട് ചെയ്തത് ദിഗംബർ വിശ്വാസിൻ്റെയും വിഷ്ണു വിശ്വാസത്തിൻ്റെയും നേതൃത്വത്തിലായിരുന്നു. ആസ് റൈറ്റ്സ് സ്പ്രെഡ് അക്രോസ് ബംഗാൾ, ഫാമേഴ്സ് abandoned their indigo cultivation. Indigo factories were then attacked. When the farmers' resistance became strong, planters closed down the factories and indigo cultivation almost disappeared from Bengal. അതായത് ബംഗാളിലുടനീളം കലാപം പടർന്നു പിടിച്ചതോടു കൂടിയിട്ട് കർഷകർ നീലം കൃഷി ഉപേക്ഷിച്ചു. തുടർന്ന് നീലം ഫാക്ടറികൾ ആക്രമിച്ചു. കൃഷിക്കാരുടെ പ്രതിരോധം ശക്തമായപ്പോൾ തോട്ടക്കാർ ഫാക്ടറികൾ അടച്ചുപൂട്ടുകയും ബംഗാളിൽ നീലം കൃഷി ഏതാണ്ട് ഇല്ലാതാവുകയും ചെയ്തു. ഇനി നമുക്ക് നീൽ ദർപ്പൺ, അതായത് ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങളെ ആസ്പദമാക്കിയിട്ട് ദീനബന്ധു മിത്ര രചിച്ച നാടകമാണ് നീൽ ദർപ്പൺ.
അതായത് നീലദർപ്പൺ 1860ലാണ് 1860 നീലദർപ്പൺ എന്നുള്ള രചന പുറത്തിറങ്ങിയത്. അതിലെ പ്രതിപാദ്യ വിഷയം ബംഗാളിലെ നീലം കർഷകരുടെ കടുത്ത ഭക്ഷ്യക്ഷാമം, ദാരിദ്ര്യം എന്നിവയൊക്കെയായിരുന്നു. നെക്സ്റ്റ്, വെൻ ദ ഫോറസ്റ്റ് വേക്കപ്പ്, അതായത് കാട് ഉണർന്നപ്പോൾ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലെ ബിപിൻ ചന്ദ്രയുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എന്ന ബുക്കിലെ ചെറിയൊരു ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ സാന്താൾ ഗോത്ര ജനതയുടെ ധീരതയെ കാണിക്കുന്ന കുറിപ്പാണ് പ്രതിപാദ്യ വിഷയം. എന്തിനായിരിക്കും സാന്താൾ ജനത ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത് എന്നത് ഇതിൽ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ കാട് ഉണർന്നപ്പോൾ അല്ലെങ്കിൽ വെൻ ദ ഫോറസ്റ്റ് വേക്കപ്പ് എന്നുള്ള ആ ഒരു പാരഗ്രാഫ് വായിച്ച് മനസ്സിലാക്കുക. ദെൻ ദേ ആർ എ ട്രൈബൽ പീപ്പിൾ who migrated to the Rajmahal Hills in Bengal province in the 18th century. Landlords unjustly extorted and users lent money and snatched their gain and forest resources in exchange. All this was done with the support of the British. The British administration, which had no understanding of the tribal people's relationship with the land, saw this merely as a means to increase tax revenue. 18th century 18ാം നൂറ്റാണ്ടിൽ ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിലേക്ക് കുടിയേറി പാർത്ത ഗോത്രജന വിഭാഗമാണ് ഭൂവുടമകൾ അന്യായമായി കരം പിരിക്കുകയും കൊള്ളപ്പലിശക്കാർ നിരന്തരമായി കടം നൽകുകയും പകരമായി അവരുടെ ധാന്യങ്ങളും വനവിഭവങ്ങളും തട്ടിയെടുക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം ബ്രിട്ടീഷുകാരുടെ പിൻബലത്തോടു കൂടിയായിരുന്നു നടന്നിരുന്നത്. ഭൂമിയുമായുള്ള ഗോത്രജനതയുടെ ബന്ധത്തെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാത്ത ബ്രിട്ടീഷ് ഭരണകൂടത്തിന് ഇതെല്ലാം നികുതി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഉപാധികൾ മാത്രമായിരുന്നു. ഇപ്പോൾ ഗോത്രജനയ്ക്ക് ഭൂമിയോടുള്ള അറ്റാച്ച്മെൻറ്റും കാടിനോടുള്ള പ്രതിബദ്ധതയൊന്നും ബ്രിട്ടീഷുകാർക്ക് അറിയേണ്ടതായിട്ടില്ലായിരുന്നു. അവരെപ്പോഴും അവരുടെ നികുതിയുടെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. The Santals launched their struggles against the British in 1855 by mobilizing the tribal people against the injustice they faced. Sindhu and Kanhu, who led these raids, were killed by the British. Although the rebellion was brutally suppressed, the Santal rebellion became an important chapter in the history of ട്രൈബൽ റെസിസ്റ്റൻസ്. തങ്ങൾ നേരിട്ട അനീതികൾക്കെതിരെ ഗോത്രജനതയെ അണിനിരത്തി 1855 ബ്രിട്ടീഷുകാർക്കെതിരെ സാന്താളുകൾ പോരാട്ടത്തിന് തുടക്കം കുറിച്ചു. ഈ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയ സിന്ധോവിനെയും കാൻഹുവിനെയും ബ്രിട്ടീഷുകാർ വധിച്ചു. ഇപ്പോൾ സാന്താൾ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ 2 പേരാണ് സിന്ധോവും കാൻഹുവും. അവരെ ബ്രിട്ടീഷുകാർ തന്നെയാണ് വധിക്കുകയും ചെയ്തത്. കലാപം ക്രൂരമായി അടിച്ചമർത്തപ്പെട്ടെങ്കിലും ഗോത്രജനതയുടെ പ്രതിരോധ ചരിത്രത്തിലെ ഒരു സുപ്രധാന അധ്യായമായിട്ട് സാന്താൾ കലാപം പിന്നീട് മാറി. ഇനി ദ ഗ്രേറ്റ് ടുംലൻ, അതായത് ഉൽഗുലാൻ എന്നുള്ള ഒരു വിഭാഗത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ലൈക്ക് ദ സാന്താൾ റെബല്യൻ, ദർ വർ മെനി അതർ ട്രൈബൽ റൈറ്റ്സ് in many parts of India. സാന്താൾ കലാപം പോലെ തന്നെ ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും ഗോത്രജനതയുടെ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 19ാം നൂറ്റാണ്ടിൻ്റെ അവസാന ശതകത്തിൽ ഗോത്രവർഗ കലാപമാണ് ഉൽഗുലാൻ. ഇത് മുണ്ട കലാപം എന്നാണ് പൊതുവെ അറിയപ്പെട്ടിരുന്നത്. വലിയ കോലാഹലം അല്ലെങ്കിൽ വലിയ ഇളക്കം എന്നാണ് ഉൽഗുലാൻ എന്ന പദത്തിൻ്റെ അർത്ഥം. ഇന്നത്തെ ജാർഖണ്ഡിലെ മുണ്ട ഗോത്ര വിഭാഗങ്ങളുടെ ജനവാസ മേഖലകളിൽ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തെ തകർത്ത് മുണ്ട രാജ് സ്ഥാപിക്കാൻ ശ്രമിച്ച ബിർസ മുണ്ടയാണ് കലാപത്തിന് നേതൃത്വം നൽകിയത്. അപ്പോൾ മുണ്ട കലാപത്തിന് നേതൃത്വം നൽകിയത് ബിർസ മുണ്ട ആയിരുന്നു. The Ulgulan was a tribal riot that took place in the last decade of the 19th century.
അല്ലേ? 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ശതകത്തോടുകൂടെയാണ് ഉൽഗുലാൻ പ്രചാരത്തിൽ വന്നത്. ഇറ്റ് ഈസ് കോമൺലി നോൺ ആസ് ദ മുണ്ട റെബല്യൻ, അല്ലേ? സാധാരണയായിട്ട് അത് മുണ്ട റെബല്യൻ എന്ന് അറിയപ്പെടുന്നുണ്ട്. ദ വേർഡ് ഉൽഗുലാൻ മീൻസ് ഗ്രേറ്റ് അപ്രോർ അല്ലെങ്കിൽ ഗ്രേറ്റ് അപ്ഹീവൽ, വലിയ കോലാഹലം എന്നൊക്കെ അർത്ഥം വരുന്ന രീതിയിലാണ് ഉൽഗുലാൻ എന്ന പദത്തിൻ്റെ അർത്ഥം. ദ റെബല്യൻ വാസ് ലെഡ് ബൈ ബിർസ മുണ്ട ഹു സോട്ട് ടു ബ്രേക്ക്, അല്ലേ? മുണ്ട കലാപത്തിന് ലീഡ് ചെയ്ത ആള് ബിർസ മുണ്ട ആണ്. നമുക്ക് നോക്കാം. ലെറ്റ്സ് എക്സാമിൻ ദ റീസൺസ് ഫോർ ദിസ് റെബല്യൻ, അല്ലേ? ഈ ഒരു മുണ്ട കലാപത്തിന് റീസൺസ് എന്തൊക്കെ കാരണങ്ങളാണ് ഉണ്ടായതെന്ന് നോക്കാം. ബ്രിട്ടീഷ് കൊളോണിയൽ എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ലാൻഡ് ഗ്രാബിംഗ്, അതായത് ബ്രിട്ടീഷ് കൊളോണിയൽ ചൂഷണവും ഭൂമി പിടിച്ചെടുക്കലും, അതാണ് ലാൻഡ് ഗ്രാബിംഗ്, അല്ലേ? ഭൂമി പിടിച്ചെടുക്കുക. അതേപോലെ എന്താണ് ബ്രിട്ടീഷ് കൊളോണിയൽ ചൂഷണം, ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ ചൂഷണവും അവരെ നമ്മുടെ സാഹചര്യങ്ങളോ സിറ്റുവേഷൻസോ ഒക്കെ മനസ്സിലാക്കി നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. പിന്നെ നമ്മളുടെ കർഷകരുടെയും ഫാമേഴ്സിൻ്റെയും ഇൻഡിഗോ ഫാമേഴ്സിൻ്റെയും കോമൺ പെസൻസിൻ്റെ എല്ലാം ഭൂമി പിടിച്ചെടുക്കുകയും ചെയ്തു. ദ നെക്സ്റ്റ് ഫിനാൻഷ്യൽ എക്സ്പ്ലോയിറ്റേഷൻ ബൈ മണി ലാൻഡേഴ്സ് ആൻഡ് മർച്ചൻസ്, പണമിടപാടുകാരുടെയും വ്യാപാരികളുടെയും സാമ്പത്തിക ചൂഷണം. അപ്പോൾ കർഷകർക്ക് ഈ ബ്രിട്ടീഷുകാരുടെ നികുതി പിരിവുകൊണ്ട് നിൽക്കാൻ വയ്യാത്ത അവസ്ഥ വന്നപ്പോൾ മണി ലെൻഡേഴ്സ് എന്ന്, അതായത് പണം ഇടപാടുകാരിൽ നിന്ന് പെസൻസ് കടം വാങ്ങുകയാണ് ഉണ്ടായത്. അതിനെ തുടർന്ന് പണമിടപാടുകാരുടെയും വ്യാപാരികളുടെയും സാമ്പത്തിക ചൂഷണവും ഉണ്ടായി. In 1899, the Munda tribe started an armed rebellion against the British. There were clashes with the British policy at many places and many Munda tribesmen were killed in the firing in Ranchi. Birsa Munda was imprisoned and died there. The Munda rebellion was brutally suppressed by the British. 1899 മുണ്ട ഗോത്ര വിഭാഗം ബ്രിട്ടീഷുകാർക്കെതിരെ സായുധ കലാപം ആരംഭിച്ചു. ബ്രിട്ടീഷ് പോലീസുമായി പല സ്ഥലത്തും ഏറ്റുമുട്ടലുകൾ ഉണ്ടായി. റാഞ്ചിയിൽ നടന്ന വെടിവയ്പിൽ ഒട്ടേറെ മുണ്ട ഗോത്ര വിഭാഗക്കാർ കൊല്ലപ്പെട്ടു. ബിർസ മുണ്ട തടവിലാവുകയും അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്തു. മുണ്ട കലാപത്തെ ബ്രിട്ടീഷുകാർ ക്രൂരമായി അടിച്ചമർത്തി. The Munda rebellion was brutally suppressed by the British. Then next, Kurichya rebellion, then Paharia rebellion, Cold rebellion, Pill rebellion, and Khasi rebellion are some of the tribal rebellions that took place in different parts of India against the British. ഇതിനെ തുടർന്ന് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് പലതരത്തിലുള്ള കലാപങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ പൊട്ടിപ്പുറപ്പെട്ടു. അതാണ് കുറിച്യ കലാപം, പഹാരിയ കലാപം, കോൾ പ്രക്ഷോഭം, പീൽ കലാപം, ഖാസി കലാപം എന്നീ പേരുകളിലാണ് അവ അറിയപ്പെട്ടിരുന്നത്. ഇൻസ്റ്റഡ് ദ അപ്രോറർ ഓഫ് ദ ബാറ്റിൽ, പോരാട്ടത്തിൻ്റെ ഗർജനം, അതായത് ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ തമിഴ്നാട്ടിലെ സൈനിക തലവന്മാരായ പോളിഗർമാരെയും ബാധിച്ചു. എല്ലാ സ്റ്റേറ്റ്സിലും ഈ ബ്രിട്ടീഷുകാരുടെ പോളിസീസ് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഒറിജിൻ ഓഫ് ദ ഇംഗ്ലീഷ് വേർഡ് ദ പോളിഗർ? പാളയം അഥവാ സൈനിക താവളം എന്നർത്ഥം വരുന്ന പാളയക്കാർ എന്ന തമിഴ് പദത്തിൽ നിന്നാണ് പോളിഗർ എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായിട്ടുള്ളത്. ദ ഇംഗ്ലീഷ് വേർഡ് പോളിഗർ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ തമിഴ് വേർഡ് പാളയക്കാർ മീനിങ് ക്യാമ്പ് ഓർ മിലിറ്ററി ക്യാമ്പ്. പാളയക്കാർ എന്നതിൻ്റെ മീനിങ് വരുന്നത് ക്യാമ്പ് അല്ലെങ്കിൽ സൈനിക ക്യാമ്പ് എന്നാണ്. നെക്സ്റ്റ്, തിരുനെൽവേലിയിലെ പാഞ്ചാലം കുരിശിയിലെ പോളിഗറായിരുന്ന വീരപാണ്ഡ കട്ടബൊമ്മനെയും ശിവഗംഗയിലെ പോളിഗർമാരായിരുന്ന മരുത് പാണ്ഡ്യ സഹോദരന്മാരും ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ സുപ്രധാന പങ്കുവഹിച്ചവരായിരുന്നു. As a renowned protector of this people, Kattabomman had a good relationship with these people. The Poligar was also responsible for collecting taxes from the people. The ruler of the Panchalam, Kurichi, surrendered
to the British, but Kattabomman was not willing to do so. The British further burdened the people by increasing the existing taxes. The fact that Kattabomman questioned the tax collection by the British made him their enemy. Kattabomman and the Marud Pandya brothers, who were polygars of Shivagangai, fought against the British and died as heroes. ജനങ്ങളുടെ സംരക്ഷകൻ എന്ന നിലയിൽ ജനങ്ങളുമായി നല്ല ബന്ധമായിരുന്നു കട്ടബൊമ്മനുണ്ടായിരുന്നത്. ജനങ്ങളിൽ നിന്നുള്ള നികുതി പിരിവും പോളിഗറുടെ ചുമതലയായിരുന്നു. പാഞ്ചാലം കുറിച്ചിയിലെ ഭരണാധികാരിയെ ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങിയെങ്കിലും കട്ടബൊമ്മൻ അതിന് തയ്യാറായില്ല. നിലവിലുള്ള നികുതി വർദ്ധിപ്പിച്ച് ബ്രിട്ടീഷുകാർ ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിച്ചു. നികുതി പിരിവിനെ ചോദ്യം ചെയ്തതായിരുന്നു കട്ടബൊമ്മനെ ബ്രിട്ടീഷുകാരുടെ ശത്രുവാക്കിയത്. കട്ടബൊമ്മനും ശിവഗംഗയിലെ പോളിഗർമാരായിരുന്ന മരുത് പാണ്ഡ്യ സഹോദരന്മാരും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി വീരമൃത്യു വരിച്ചവരായിരുന്നു. നെക്സ്റ്റ് നമുക്ക് ആറ്റിങ്ങൽ റിവോൾട്ട്. ദ ആറ്റിങ്ങൽ കലാപം എന്താണെന്നാണ് നോക്കേണ്ടത്. ദ ആറ്റിങ്ങൽ റിവോൾട്ട് ഓഫ് 1721 was the first organized rebellion against the British in India. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല സംഘടിത കലാപമായിരുന്നു 1721 ആറ്റിങ്ങൽ കലാപം. The British were constantly trying to create chaos in the Attingal region by interfering in the pepper trade in internal affairs and created communal hatred among the people. The British tried to repeat the practice of giving rewards to the ruling Attingal Rani every new year in 1721 as well, but some of the landlords resisted this because they were afraid that it could cause some kind of danger. കുരുമുളക് വ്യാപാരവുമായി ബന്ധപ്പെട്ടും ആഭ്യന്തര ഭരണ വിഷയങ്ങളിൽ ഇടപെട്ടും ജനങ്ങൾക്കിടയിൽ വർഗീയ വംശീയ വിദ്വേഷം വളർത്താൻ ശ്രമിച്ചും ആറ്റിങ്ങൽ പ്രദേശത്ത് അരാജകത്വം സൃഷ്ടിക്കാൻ ബ്രിട്ടീഷുകാർ നിരന്തരം ശ്രമിച്ചിരുന്നു. ഭരണാധികാരിയായിരുന്ന ആറ്റിങ്ങൽ റാണിക്ക് ഓരോ പുതുവർഷത്തിലും പാരിതോഷികങ്ങൾ നൽകുന്ന പതിവ് 1721 ആവർത്തിക്കാനായി ബ്രിട്ടീഷുകാർ ശ്രമിച്ചു. എന്നാൽ ഇത് ഏതെങ്കിലും തരത്തിലുള്ള അപായത്തിന് കാരണമാകുമെന്ന് തോന്നിയതിനാൽ ചില നാട്ടുപ്രമാണിമാർ എതിർത്തു. നാട്ടുപ്രമാണിമാർ മുഖേന മാത്രം പാരിതോഷികങ്ങൾ നൽകിയാൽ മതിയെന്ന അവരുടെ അഭിപ്രായത്തെ വകവയ്ക്കാതെ ഗിഫോർഡിൻ്റെ നേതൃത്വത്തിലുള്ള 140ഓളം ബ്രിട്ടീഷുകാരടങ്ങുന്ന സംഘം ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനങ്ങൾ നൽകാനായി എത്തിയതാണ് സംഘർഷത്തിനിടയാക്കിയത്. ഈ സംഘത്തെ വർഗ വർണ്ണ ജാതി മത വ്യത്യാസമില്ലാതെ നാട്ടുകാർ ആക്രമിച്ചു വധിച്ചു. മാത്രമല്ല അഞ്ചുതെങ്ങിലെ ബ്രിട്ടീഷ് കോട്ട വളഞ്ഞ് ഉപരോധവും ഏർപ്പെടുത്തി. കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യകാല സംഘടിത ജനകീയ പ്രക്ഷോഭമെന്ന നിലയിൽ ആറ്റിങ്ങൽ റിവോൾട്ട് വളരെയധികം പ്രാധാന്യമർഹിക്കുന്നുണ്ട്. ആറ്റിങ്ങൽ റിവോൾട്ടിനോടൊപ്പം പ്രമേയമാക്കി പറയാവുന്ന മറ്റൊരു മ്യൂട്ടിനി കൂടിയുണ്ട്. അതാണ് വെല്ലൂർ മ്യൂട്ടിനി, വെല്ലൂർ കലാപം. അതായത് ചേഞ്ചസ് ഇൻ ദ ഡ്രസ് കോഡ് ഓഫ് ഇന്ത്യൻ സോൾജേഴ്സ് ബൈ ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വർ ദ മെയിൻ കോസ് ഓഫ് ദി മ്യൂട്ടിനി. അപ്പോൾ ഈ ഒരു മ്യൂട്ടിനിക്ക് പ്രധാന കാരണം എന്ന് പറഞ്ഞത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യൻ സൈനികരുടെ വേഷവിധാനത്തിൽ വരുത്തിയ മാറ്റങ്ങളായിരുന്നു. കലാപത്തിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് 1806 നടന്ന കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയെങ്കിലും തുടർന്നുണ്ടായ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് വെല്ലൂർ കലാപം പ്രചോദനമായിട്ടുണ്ട്. അപ്പോൾ വെല്ലൂർ കലാപം നടന്നത് 1806 ഇതിനെക്കുറിച്ചുള്ള ഒരു വെല്ലൂർ കലാപ സ്മാരകത്തിൻ്റെ ഒരു പിക്ചറും നിങ്ങളെ പേജ് നമ്പർ 21 തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. ഇനി നമുക്ക് ദ ഓൺവാർഡ് മൂവ്മെൻറ്റ് ഓഫ് വുമൺ, അതായത് സ്ത്രീ മുന്നേറ്റം എന്ന ഭാഗത്ത്
കാര്യങ്ങളാണ് നോക്കാനുള്ളത്. അതായത് ബ്രിട്ടീഷ് പോളിസീസ് ഓൾസോ എഫക്റ്റഡ് ദ റൂളേഴ്സ് ഓഫ് ഇന്ത്യ. കിട്ടൂർ റാണി ചെന്നമ്മ വാസ് എ ബ്രേവ് വുമൺ who took up arms and fought against the British. Kittur was a princely state in Karnataka that recognized the supremacy of the Maratha rule. ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ ഇന്ത്യയിലെ ഭരണാധികാരികളെയും സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടിയ ധീര വനിതയായിരുന്നു കിട്ടൂർ റാണി ചെന്നമ്മ. മറാത്ത ഭരണത്തിൻ്റെ മേൽക്കോയ്മ അംഗീകരിച്ച കർണാടകയിലെ നാട്ടുരാജ്യമായിരുന്നു കിട്ടൂർ. അതായത് when the British won the third Anglo-Maratha war, the Kittur area came under the control of the English East India Company. The ruler of Kittur was Shivalinga Rudradesai. After his death, the Chennamma, his widow, അവരൊരു വിധവയായ സ്ത്രീ കൂടിയായിരുന്നു, decided to adopt a boy. This was prevented by the English East India Company, which annexed Kittur to British India. Provoked by this, Rani Chennamma of Kittur declared war against the British. Rani Chennamma died in 1829 while in British custody. അല്ലേ, റാണി ചെന്നമ്മ 1829 ഡയഡ് ചെയ്തത്. അവർ ബ്രിട്ടീഷ് കസ്റ്റഡിയിൽ ഇരിക്കെ തന്നെയാണ് മരണപ്പെട്ടത്. ഇനി മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചതോടുകൂടിയാണ് കിട്ടൂർ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലായത്. ശിവലിംഗ രുദ്രദേശായി ആയിരുന്നു കിട്ടൂരിൻ്റെ ഭരണാധികാരി. അദ്ദേഹത്തിൻ്റെ മരണശേഷം വിധവയായ ചിന്നമ്മ ഒരു ആൺകുട്ടിയെ ദത്തെടുക്കാൻ തീരുമാനിച്ചു. ഇത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തടയുകയും കിട്ടൂരിനെ പുതിയ ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഇതിൽ പ്രകോപിതയായ കിട്ടൂർ റാണി ചെന്നമ്മ ബ്രിട്ടീഷുകാരുമായി യുദ്ധം പ്രഖ്യാപിച്ചു. അങ്ങനെ 1829 ബ്രിട്ടീഷുകാരുടെ തടവിൽ കഴിയവെയാണ് റാണി ചെന്നമ്മ മരണപ്പെട്ടത്. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന കലാപങ്ങളെ ഒരു ഫ്ലോ ചാർട്ടിലാക്കിയിട്ട് വിശകലനം തന്നതായിട്ട് നിങ്ങൾക്ക് ഈ പേജിൽ കാണാം. ആൻറ്റി ബ്രിട്ടീഷ് റിവോൾട്ടുകളാണ് ഇതൊക്കെ. ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപങ്ങൾ, ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങൾ. ഒന്ന് കാർഷിക കലാപങ്ങൾ, ഗോത്ര കലാപം, സൈനിക തലവന്മാരുടെ കലാപങ്ങൾ, സ്ത്രീകൾ നേതൃത്വം നൽകിയ കലാപം, അതുപോലെ തന്നെ ജനകീയ കലാപം, സന്യാസി ഫക്കീർ കലാപം, നീലം കലാപം, സാന്താൾ കലാപം, ഉൽഗുലാൻ അല്ലെങ്കിൽ മുണ്ട കലാപം, പോളിഗർ കലാപം, കിട്ടൂർ കലാപം. ഇതൊക്കെ ആൻറ്റി ബ്രിട്ടീഷ് റിവോൾട്ടിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഫ്ലോ ചാർട്ടിൽ നിങ്ങൾക്ക് ഈ കലാപങ്ങളെയൊക്കെ രേഖപ്പെടുത്താവുന്നതാണ്. നെക്സ്റ്റ്, ദ സ്റ്റോം ദാറ്റ് ഷുക്ക് ദ ബ്രിട്ടീഷ് എംപയർ. ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ പിടിച്ചുകുലുക്കിയ കൊടുങ്കാറ്റാണ് അത്. KSICL ദേശീയ സ്വാതന്ത്ര്യ സമര ചരിത്രം കുട്ടികൾക്ക് എന്ന പുസ്തകത്തിലെ കുറച്ച് ഭാഗങ്ങളാണ് തന്നത്. കൻവർ സംഘവും നദീമധ്യത്തിലേക്ക് നീങ്ങി തുടങ്ങിയപ്പോഴാണ് കരയിൽ നിന്ന് ഇംഗ്ലീഷ് പട്ടാളം വെടിവെച്ച് തുടങ്ങിയത് എന്നും പറഞ്ഞിട്ടാണ് ആ ഒരു പാരഗ്രാഫ് തുടങ്ങുന്നത്. നിങ്ങൾ അത് ടെക്സ്റ്റിൽ ഒന്ന് വായിച്ച് നോക്കുക. Then these are the words about the bravery of Kanwar Singh who fought against the British in the revolt of 1857. 1887 കലാപത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ കൻവർ സിംഗിൻ്റെ ധീരതയെക്കുറിച്ചുള്ള വാക്കുകളും കൂടിയാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. വൈ ഡിഡ് കൻവർ സിംഗ് ഫൈറ്റ് എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്? എന്തിനായിരിക്കാം കൻവർ സിംഗ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത്? യു മസ്റ്റ് ഹാവ് റിയലൈസ്ഡ് ദാറ്റ് ദർ വർ ഐസൊലേറ്റഡ് സ്ട്രഗിൾസ് ഇൻ മെനി പാർട്സ് ഓഫ് ഇന്ത്യ എഗെയിൻസ്റ്റ് ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഇന്ത്യയുടെ പല ഭാഗത്തും ഒറ്റപ്പെട്ട പോരാട്ടങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് നമ്മൾ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞതാണ്. അത്തരം പോരാട്ടങ്ങളെല്ലാം കമ്പനി പട്ടാളം അടിച്ചമർത്തുകയും ആണ് ഉണ്ടായിരുന്നത്.
The company troops suppressed all such struggles. What happened in 1857 was an organized rebellion in India against the British imperialism. Therefore, the historians consider this revolt as India's first struggle for independence. It was the first anti-British struggle in which various sections of the society, including natives, peasants, artisans, native kings, soldiers, and landlords, took part. What could be the factors that forced these different groups to participate in the rebellion? എന്നാൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി ഇന്ത്യയിൽ നടന്ന സംഘടിത കലാപമായിരുന്നു 1857 ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ചരിത്രകാരന്മാർ ഈ കലാപത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി വിശേഷിപ്പിക്കുന്നു. ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് വാറായിട്ട് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സാധാരണക്കാർ, കർഷകർ, കൈത്തൊഴിലുകാർ, നാട്ടുരാജാക്കന്മാർ, സൈനികർ, ഭൂപ്രഭുക്കൾ തുടങ്ങി സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ പങ്കെടുത്ത ആദ്യത്തെ ബ്രിട്ടീഷ് വിരുദ്ധ സമരമായിരുന്നു ഈ 1857 റിവോൾട്ട്. വിവിധ ജനവിഭാഗങ്ങളെ ഈ കലാപത്തിൽ പങ്കെടുക്കാൻ പ്രേരിപ്പിച്ച ഘടകങ്ങൾ, എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഇവരെ ഈ കലാപത്തിൽ പങ്കെടുക്കാൻ പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭരണപരിഷ്കാരങ്ങൾ കലാപത്തിന് കാരണമായിട്ടുണ്ട്. അതായത് അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസും എല്ലാം അല്ലേ. സബ്സിഡിയറി അലയൻസ് നമുക്കറിയാം, ഒരുപാട് ടാക്സ് പോളിസീസൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്തത് ഈ കലാപത്തിന് മുന്നിട്ട് നിൽക്കുന്ന കാരണങ്ങളിൽ ഒന്നാണ്. അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ഇംപ്ലിമെൻറ്റഡ് ബൈ ദ ബ്രിട്ടീഷ് ലെഡ് ടു ദ റിവോൾട്ട്. ടു സച്ച് ബ്രിട്ടീഷ് പോളിസീസ് ഇൻക്ലൂഡഡ് ദ സബ്സിഡിയറി അലയൻസ് പോളിസി ആൻഡ് ദി ഡോക്ട്രിൻ ഓഫ് ലാബ്സ്. അല്ലെ, ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ 2 പോളിസീസ്, അതായത് സൈനിക സഹായ വ്യവസ്ഥയും ദത്താവകാശ നിരോധന നിയമവും ഈ കലാപത്തിന് ഏറെ മുന്നിട്ട് നിൽക്കുന്ന കാരണങ്ങളിൽ ഒന്നാണ്. ഇനി എന്താണ് സബ്സിഡിയറി അലയൻസ്, അതായത് സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ സബ്സിഡിയറി അലയൻസ് പോളിസി വാസ് എ പ്ലാൻ ഇംപ്ലിമെൻറ്റഡ് ബൈ ലോർഡ് വെല്ലൻസ്ലി. ആ ഒരു പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്തത് ലോർഡ് വെല്ലൻസ്ലി ആണ്, ഹു വാസ് ദെൻ ദ ഗവർണർ ജനറൽ ഫോർ ദ എക്സ്പാൻഷൻ ഓഫ് ദ ബ്രിട്ടീഷ് എംപയർ ഇൻ ഇന്ത്യ ആൻഡ് ടു സ്ട്രെങ്തൻ its sovereignty. According to this, the princely states entering into military alliance with the British had to follow certain conditions. ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യ വികസനത്തിനും അതേപോലെ തന്നെ കൂടുതൽ അധീശത്വം ഉറപ്പിക്കുന്നതിനൊക്കെ വേണ്ടി ഗവർണർ ജനറലായിരുന്ന വെല്ലസ്ലി പ്രഭു നടപ്പിലാക്കിയ പദ്ധതിയാണ് സബ്സിഡിയറി അലയൻസ്, അതായത് സൈനിക സഹായ വ്യവസ്ഥ. ഇത് പ്രകാരം ബ്രിട്ടീഷുകാരുമായി സൈനിക സഖ്യത്തിൽ ഏർപ്പെടുന്ന നാട്ടുരാജ്യങ്ങൾ ചില കണ്ടീഷൻസൊക്കെ പാലിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ഇതിലൊന്നാമത്തേതാണ് ദ പ്രിൻസ്ലി സ്റ്റേറ്റ് വിച്ച് എൻറ്റേർഡ് ഇൻ ടു സബ്സിഡിയറി അലയൻസ് പോളിസി ഷുഡ് കീപ് 1 യൂണിറ്റ് ഓഫ് ദി ആർമി ഓഫ് ദി കമ്പനി പെർമനൻ്റ്ലി വിത്തിൻ ഇറ്റ്സ് കിങ്ഡം. സൈനിക സഹായ വ്യവസ്ഥയിൽ ഏർപ്പെടുന്ന നാട്ടുരാജാവ് കമ്പനി സൈന്യത്തിൻ്റെ 1 യൂണിറ്റ് തൻ്റെ രാജ്യത്തിനുള്ളിൽ സ്ഥിരമായി പാർപ്പിക്കണം. അതായിരുന്നു ഫസ്റ്റ് കണ്ടീഷൻ. പിന്നെ വരുന്നത് ഓൾ ദ എക്സ്പെൻസ് ഓഫ് ദി കമ്പനീസ് ട്രൂപ്സ് വാസ് ടു ബി ബോൺ ബൈ ദി അലൈഡ് കിങ്. കമ്പനിയുടെ അനുമതി ഇല്ലാതെ, അതായത് കമ്പനിയുടെ പെർമിഷൻ ഇല്ലാതെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമായി സഖ്യത്തിൽ ഏർപ്പെടാൻ കഴിയില്ല എന്നതായിരുന്നു രണ്ടാമത്തെ കണ്ടീഷൻസ്. മൂന്നാമത്തേത് പറയുകയാണെങ്കിൽ ബ്രിട്ടീഷ് ഗവർണർ ജനറലുമായി ആലോചിക്കാതെ ഒരു നടപടിയും സഖ്യരാജാവ് നടപ്പിലാക്കാൻ പാടില്ല. ദ അലൈൻ കിങ് മസ്റ്റ് നോട്ട് എൻ്റർ ഇൻ ടു അലയൻസസ് വിത്ത് അതർ യൂറോപ്യൻ കൺട്രീസ് വിതൗട്ട് ദ കമ്പനീസ് അപ്രൂവൽ. കമ്പനിയുടെ അപ്രൂവൽ ഇല്ലാതെ ഒന്നും തന്നെ നടപ്പിലാക്കാൻ പാടില്ല. നെക്സ്റ്റ് വന്ന് നോ ആക്ഷൻ ഷുഡ് ബി ടേക്കൺ ബൈ ദ അലൈഡ് കിങ് വിതൗട്ട് കൺസൾട്ടിങ് ദ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ. അതായത് സഖ്യരാജാവ് തൻ്റെ രാജ്യത്ത് ഒരു ബ്രിട്ടീഷ് റെസിഡൻറ്റിനെ താമസിപ്പിക്കണം എന്നത് ഒരു നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. The allied king must provide accommodation for a British resident in this country. ഈ വ്യവസ്ഥകൾ
ലംഘിക്കപ്പെട്ടാൽ നാട്ടുരാജ്യത്തെ ബ്രിട്ടീഷുകാർക്ക് പിടിച്ചെടുക്കാം. അതായിരുന്നു മറ്റൊരു കണ്ടീഷൻസ് അല്ലേ. ഈ പറഞ്ഞ വ്യവസ്ഥകളൊക്കെ ലംഘിക്കപ്പെടുകയാണെങ്കിൽ അത്രയും രാജ്യങ്ങളും ബ്രിട്ടീഷുകാരുടെ അധിനിവേശ പ്രദേശങ്ങളായി മാറും. ഇഫ് ദീസ് കണ്ടീഷൻസ് were violated, the princely state would be annexed by the British. നെക്സ്റ്റ് വന്ന് ദ ഡോക്ട്രിൻ ഓഫ് ലാപ്സ്, അതായത് ദത്താവകാശ നിരോധന നിയമം. ഇഫ് ദ റൂളർ ഓഫ് എ പ്രിൻസ്ലി സ്റ്റേറ്റ് ദാറ്റ് വിതൗട്ട് മെയിൽ ഹൈസ് there was a practice of finding a boy from another family as the heir. However, the king's power to adopt was abolished under the doctrine of lapse enacted by Lord Dalhousie, the British Governor-General. In the absence of an heir, the princely state would fall under the control of the English East India Company. അതായത് ഒരു നാട്ടുരാജ്യത്തിലെ ഭരണാധികാരി പിന്തുടർച്ചാവകാശികളായി ആൺമക്കൾ ഇല്ലാതെ മരിച്ചാൽ മറ്റൊരു കുടുംബത്തിൽ നിന്ന് ഒരാൺകുട്ടിയെ അനന്തരാവകാശിയായി ദത്തെടുക്കുന്ന സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. എന്നാൽ ബ്രിട്ടീഷ് ഗവർണർ ജനറലായിരുന്ന ഡൽഹൌസി പ്രഭു നടപ്പിലാക്കിയ ഡോക്ട്രിൻ ഓഫ് ലാപ്സ്, അതായത് ദത്താവകാശ നിരോധന നിയമം പ്രകാരം ദത്തെടുക്കാനുള്ള രാജാവിൻ്റെ അധികാരം ഇല്ലാതായി. അനന്തരാവകാശി ഇല്ലാതാകുന്നതോടുകൂടി ആ നാട്ടുരാജ്യം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വരുതിയിലുമാകും. Many princely states were annexed to British India under these policies. ഇതുപോലെ ഒരുപാട് പ്രൊവിൻസുകൾ ബ്രിട്ടീഷ് അധിനിവേശ പ്രദേശങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. ദ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഓഫ് ഔദ് വാസ് ഓൾസോ annexed to the British India on charges of misrule. അല്ലേ, അതോടുകൂടിയിട്ട് ഈ രണ്ട് നിയമപ്രകാരം നിരവധി രാജ്യങ്ങളെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തതായിട്ടുണ്ട്. ദുർഭരണം ആരോപിച്ച് അവധ് എന്ന നാട്ടുരാജ്യവും ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ബ്രിട്ടീഷുകാരുടെ ഈ മിസ് റൂള് പ്രകാരം എത്രയോ നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെട്ടു. സൈനിക സഹായ വ്യവസ്ഥ, ദത്താവകാശ നിരോധന നിയമം എന്നിവ മൂലം ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷുകാർ എങ്ങനെയൊക്കെയാണ് പിടിച്ചടക്കിയത്, എങ്ങനെയൊക്കെയാണ് അവരുടെ അധീനതയിലാക്കിയത് എന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി അനദർ റീസൺ ഫോർ ദ റിവോൾട്ട് ഓഫ് 1857 പറയുകയാണെങ്കിൽ 1857 റിവോൾട്ടിൻ്റെ മറ്റൊരു റീസൺ വാസ് ദ ഡിസ്സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദ ഇന്ത്യൻ സോൾജേഴ്സ് ഓഫ് ദി ഈസ്റ്റ് ഇന്ത്യ കമ്പനി വിത്ത് ദി ബ്രിട്ടീഷ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഇന്ത്യൻ സൈനികർക്ക് ബ്രിട്ടീഷുകാരോടുണ്ടായിരുന്ന അസംതൃപ്തിയായിരുന്നു 1857 റിവോൾട്ടിൻ്റെ മറ്റൊരു റീസൺ. 1857 റിവോൾട്ട് പൊട്ടിപ്പുറപ്പെടാനുണ്ടായ മറ്റൊരു കാരണമാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ തന്നെ ബ്രിട്ടീഷുകാരോടുണ്ടായിരുന്ന അതൃപ്തി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ആളുകൾക്ക് ബ്രിട്ടീഷുകാരോടുണ്ടായിരുന്ന അതൃപ്തി 1857 റിവോൾട്ട് പൊട്ടിപ്പുറപ്പെടാൻ മറ്റൊരു കാരണമായി. ഓൾദോ ദേ വർ as capable as the British soldiers, Indian soldiers were paid less and were provided poor food and accommodation. It was in these disgruntled situations that the company supplied the new type of Enfield guns to the soldiers. Its cartridge had a greased paper cover. This cover had to be bitten off to use the gun. It was rumored among the soldiers that this cover was smeared with a type of grease made from cow and pig fat. അല്ലേ, കാവിൻ്റെയും പിഗിൻ്റെയും കൂടെ ഫാറ്റ് ചേർന്ന മിശ്രിതമാണ് ആ ഒരു ഗുണ്ടിലുണ്ടായിരുന്നത്. വിച്ച് വാസ് ഒഫെൻസീവ് ടു ദെയർ religious beliefs. Mangal Pandey, as a soldier at Barakpur, was the first protest against this. ഫസ്റ്റായിട്ട് പ്രതിരോധിച്ചത് മംഗൾ പാണ്ഡെ എന്നുള്ള സോൾജിയറായിരുന്നു. മംഗൾ പാണ്ഡെ വാസ് എക്സിക്യൂട്ടഡ് ബൈ ദ ബ്രിട്ടീഷ് ഓൺ 8 April 1857 for ascertaining
a British soldier who forced him to load his gun. ബ്രിട്ടീഷ് പടയാളികളുടെ അത്ര തന്നെ സമർത്ഥരായിരുന്നില്ലെങ്കിലും ഇന്ത്യൻ സൈനികർക്ക് കുറഞ്ഞ വേതനവും മോശം ഭക്ഷണവും മോശം താമസ സൗകര്യവുമായിരുന്നു ബ്രിട്ടീഷുകാർ നൽകിയിരുന്നത്. അതൃപ്തി നിറഞ്ഞ ഈ സാഹചര്യത്തിലാണ് കമ്പനി പുതിയ തരം എൻഫീൽഡ് തോക്കുകളും സൈനികർക്ക് വിതരണം ചെയ്തത്. അതിൻ്റെ വെടിയുണ്ടകൾക്ക് ഗ്രീസ് പുരട്ടിയ ഒരു കടലാസ് കവറുണ്ടായിരുന്നു. തോക്കിൽ വെടിയുണ്ട നിറയ്ക്കുന്നതിന് മുൻപ് ഈ കവർ കടിച്ചു കീറണമെന്നായിരുന്നു. കവറിൽ പുരട്ടിയിരിക്കുന്നത് പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പിൽ നിന്നുണ്ടാക്കിയ ഒരു തരം ഗ്രീസായിരുന്നു. അതുകൊണ്ട് തന്നെ സൈനികർക്കിടയിൽ ഇത് അവരുടെ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു പദ്ധതിയും ആയിരുന്നു. ഇതിനെതിരെ ആദ്യമായി പ്രതിഷേധിച്ചത് പരക്പൂരിലെ സൈനികനായിരുന്ന മംഗൾ പാണ്ഡെ ആയിരുന്നു. അദ്ദേഹം ഒരു മിലിറ്ററി ഓഫീസറായിരുന്നു. തോക്കിൽ വെടിയുണ്ട നിറയ്ക്കുന്നതിന് മുമ്പ് ബ്രിട്ടീഷ് സൈനികനെ ആക്രമിച്ചതിന് മംഗൾ പാണ്ഡെയെ 1857 ഏപ്രിൽ 8 ബ്രിട്ടീഷുകാർ തോക്കിൽ ഈ എൻഫീൽഡ് റൈഫിൽ ഈ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പടങ്ങിയ ഗ്രീസ് നിറയ്ക്കുന്നതിന് നിർബന്ധിച്ച ബ്രിട്ടീഷ് സൈനികനെ മംഗൾ പാണ്ഡെ ആക്രമിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് 1857 ഏപ്രിൽ 8 ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ തൂക്കിലേറ്റിയതും. The rebellion of 1857 started in Meerut, Uttar Pradesh. After the assassination of Mangal Pandey, Indian soldiers came to Delhi and proclaimed the Mughal ruler Bahadur Shah II as the Emperor of India. Apart from the soldiers, rulers of princely states who had lost their powers, peasants and other people participated in the rebellion in many parts of North India. Within months, the British suppressed the rebellion every war. Many Indians were shot dead. Many were cannoned to death. Thousands who were alive were hanged upside down from branches of trees. Out of the 1.5 lakh killed in the riots in Aoud alone, 1 lakh were civilians. The unity of different sections of the people of India was able to resist strongly the brutal oppression of the British. Even where there were no riots, the insurgents had the support of the common people. The real strength of the rebellion was Hindu-Muslim unity. ഈ ഒരു റബലിൻ്റെ ഈ ഒരു കലാപത്തിൻ്റെ മുഴുവൻ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു. അതുകൊണ്ട് തന്നെ 1857 കലാപം ആരംഭിച്ചത് ഉത്തർപ്രദേശിലെ മീററ്റിലാണ്. അതേപോലെ മംഗൾ പാണ്ഡെയുടെ വധത്തെ തുടർന്ന് സംഘടിച്ച ഇന്ത്യക്കാരായ സൈനികർ ഡൽഹിയിലെത്തി മുഗൾ ഭരണാധികാരിയായ ബഹാദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. സൈനികരെ കൂടാതെ അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളും കൂടാതെ അധികാരം നഷ്ടപ്പെട്ട മറ്റു ജനവിഭാഗങ്ങളും ഉത്തരേന്ത്യയുടെ പല വിഭാഗങ്ങളിലും കലാപത്തിൽ പങ്കെടുത്തു. മാസങ്ങൾ കൊണ്ട് ബ്രിട്ടീഷുകാർ എല്ലായിടത്തും ലഹള അടിച്ചമർത്തി. നിരവധി ഇന്ത്യക്കാരെ വെടിവെച്ചു കൊന്നു. വളരെ പേരെ പീരങ്കിയുണ്ടാക്കി ഇരയാക്കി. അനേകായിരങ്ങളെ വഴിമരക്കൊമ്പുകളിൽ ജീവനോടെ തല കീഴായി കെട്ടിത്തൂക്കി. അവധിയിൽ മാത്രം കലാപത്തിൽ കൊല്ലപ്പെട്ട 1.5 ലക്ഷം പേരിൽ 1 ലക്ഷം പേർ സാധാരണക്കാരായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ക്രൂരമായ അടിച്ചമർത്തലിനെ ശക്തമായി പ്രതിരോധിക്കാൻ ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ ഐക്യത്തിന് സാധിച്ചു. കലാപം നടക്കാത്ത ഇടങ്ങളിൽ പോലും സാധാരണ ജനങ്ങളുടെ പിന്തുണ കലാപകാരികൾക്കുണ്ടായിരുന്നു. കലാപത്തിൻ്റെ യഥാർത്ഥ ശക്തി ഹിന്ദു മുസ്ലിം ഐക്യം തന്നെയായിരുന്നു. കൻവർ സിംഗിൻ്റെ കഥ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഇതുപോലെ ധാരാളം പേർ ഈ ഒരു കലാപത്തിൽ പങ്കാളികളായിട്ടുണ്ട്. അങ്ങനെ പലയിടങ്ങളിലായിട്ട് ഈ ഒരു റിവോൾട്ട് നടന്ന സ്ഥലങ്ങളും ആ റിവോൾട്ടിലൊക്കെ ഓരോ ഏരിയകളിലായിട്ട്
നേതൃത്വം നൽകിയവരുടെ പേരും അതിൻ്റെ സവിശേഷതകളുമാണ് ഈ ഒരു ടേബിളിലായിട്ട് കൊടുത്തിരിക്കുന്നത്. കലാപം നടന്ന സ്ഥലം, അതായത് വെന്യൂ ഓഫ് ദ റെബല്യൻ, പേഴ്സൺസ് ഹു ലെഡ് ടു ദ റെബല്യൻ, കലാപത്തിന് നേതൃത്വം നൽകിയവർ, അതേപോലെ ഫീച്ചേഴ്സ് ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. ഡൽഹിയിൽ ബഹാദൂർ ഷാ രണ്ടാമൻ ആണ് നേതൃത്വം നൽകിയത്. അതിൻ്റെ ഫീച്ചേഴ്സ് കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു എന്ന് തന്നെയാണ്. അതായത് ദ റബൽസ് ഡിക്ലെയർഡ് ഹിം ദ എംപറർ ഓഫ് ഇന്ത്യ ആഫ്റ്റർ ദ റവല്യൂഷൻ ഓഫ് ദ ബ്രിട്ടീഷ് എക്സീൽഡ് ഹിം ടു റംഗൂൺ. വിപ്ലവാനന്തരം ബ്രിട്ടീഷുകാർ റംഗൂണിലേക്ക് നാടുകടത്തി. ഇനി ഝാൻസിയിലാണെങ്കിൽ റാണി ലക്ഷ്മിബായിയുടെ നേതൃത്വത്തിലാണ് റിവോൾട്ട് നടത്തിയത്. ഝാൻസിയിലെ ഭരണാധികാരിയായിരുന്നു അവർ. കാൺപൂരിൽ നാനാ സാഹിബ്, താന്തിയ തോപ്പി എന്നിവരുടെ സഹായത്തോടു കൂടിയിട്ടാണ് റിവോൾട്ട് നേതൃത്വം നൽകിയത്. അതിൻ്റെ സവിശേഷതകൾ പറയുകയാണെങ്കിൽ മറാത്ത ഭരണാധികാരിയായിരുന്നു നാനാ സാഹിബ്. ദാന്തിയ തോപ്പി നാനാ സാഹിബിൻ്റെ സൈനിക തലവനും കൂടിയായിരുന്നു. ഗറില്ല യുദ്ധമുറകൾ അഭ്യസിച്ച ഭരണാധികാരി കൂടിയായിരുന്നു ദാന്തിയ തോപ്പി. ലക്നൗവിലെ ബീഗം ഹസ്രത് മഹലാണ് 1857 റിവോൾട്ടിന് നേതൃത്വം നൽകിയത്. അവർ അവധിയിലെ ഭരണാധികാരിയായിരുന്നു. ബീഹാറിലെ ആര എന്ന സ്ഥലത്ത് കലാപത്തിന് നേതൃത്വം നൽകിയ ആളാണ് കൻവർ സിംഗ്. അദ്ദേഹം ജഗദീഷ്പൂരിലെ കർഷക പ്രഭു കൂടിയായിരുന്നു. ഇനി നമുക്ക് 1857 കലാപത്തിന് ചില ഉണ്ടായിരുന്നു. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് റിവോൾട്ട് ഓഫ് 1857? ദ റെബല്യൻ വാസ് കൺഫൈൻഡ് ടു എ ഫ്യൂ പാർട്സ് ഓഫ് നോർത്തേൺ ഇന്ത്യ. കലാപം ഉത്തരേന്ത്യയിലെ ഏതാനും ഭാഗങ്ങളിൽ മാത്രമായി ഒതുങ്ങിപ്പോയി എന്നുള്ളത് ഒരു പരിമിതി തന്നെയാണ്. പിന്നീട് പറയാവുന്നത് ദ റെബല്യൻ ഹാഡ് നോ ഓർഗനൈസ്ഡ് ലീഡർഷിപ്പ്. കലാപത്തിന് സംഘടിത നേതൃത്വം ഉണ്ടായിരുന്നില്ല. ഇത് കലാപത്തിൽ എല്ലാവരും എല്ലാ ഭാഗത്തു നിന്നും എല്ലാ വിഭാഗം ജനങ്ങളും പങ്കെടുത്തു എന്നല്ലാതെ ഒരു സംഘടിത ലീഡർഷിപ്പ് ഉണ്ടായിരുന്നില്ല എന്നത് അതിൻ്റെ ഒരു പരിമിതി തന്നെയാണ്. ദ കമ്പനി ആർമി ഹാഡ് മോർ ഇംപ്രൊവൈസ്ഡ് മിലിറ്ററി ആൻഡ് ഓർഗനൈസേഷണൽ സ്കിൽസ് ദാൻ ദ മ്യൂട്ടനീസ്. കലാപകാരികളെക്കാൾ മെച്ചപ്പെട്ട സൈനിക ശേഷിയും സംഘാടന മികവും കമ്പനി സൈന്യത്തിനുണ്ടായിരുന്നു. അതായത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അവരുടേതായ സൈനിക ബലവും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ പ്രക്ഷോഭകാരികളായ ഇന്ത്യക്കാരായ പ്രക്ഷോഭകാരികളേക്കാൾ കർഷകരെക്കാൾ കൂടുതലൊക്കെ മികവുറ്റതായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈനിക ബലം. ഇന്ത്യയിലെ മധ്യവർഗം പൊതുവെ കലാപത്തെ അനുകൂലിച്ചില്ല. നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികൾ ഒരു വിഭാഗത്തിൽ നിന്നും വിട്ടു നിൽക്കുകയും ചെയ്തു. അതൊരു വലിയ ലിമിറ്റേഷൻ തന്നെയായിട്ടാണ് നമുക്ക് അനുഭവപ്പെട്ടത്. നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളിൽ ഒരു വിഭാഗം കലാപത്തിൽ നിന്നും വേറിട്ട് നിന്നത്. ഇനി ദോ ദ റിവോൾട്ട് ഓഫ് 1857 വാസ് സപ്രസ്ഡ് ബൈ ദ ബ്രിട്ടീഷ്, ഇറ്റ് ഹാഡ് എ സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്റ്റ് ഓൺ ലേറ്റർ ഇന്ത്യൻ ഹിസ്റ്ററി. ലെറ്റ് us discuss that. 1857 കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയെങ്കിലും അത് പിൽക്കാല ഇന്ത്യ ചരിത്രത്തിൽ ശ്രദ്ധേയമായ ഒരു സ്വാധീനം ചെലുത്തി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ അറിയാവുന്നതാണ്. ഇന്ത്യയിലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. അല്ല, ഇതിൻ്റെ ഒരു കോൺസിക്വൻസസ് അല്ലെങ്കിൽ ആഫ്റ്റർ ഇഫക്ട്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഈ റിവോൾട്ടിൻ്റെ? ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി റൂൾ ഇൻ ഇന്ത്യ എൻഡഡ്. ഇന്ത്യയിലുള്ള അവരുടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കുകയുണ്ടായി. ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഇന്ത്യ കെയിം അണ്ടർ ദ ഡയറക്റ്റ് കൺട്രോൾ ഓഫ് ദ ബ്രിട്ടീഷ് ക്വീൻ. ഗവർണർ ജനറൽ ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി. പിന്നീട് വരുന്നത് ദ പൊസിഷൻ ഓഫ് ഗവർണർ ജനറൽ വാസ് റീപ്ലേസ്ഡ് ബൈ ദ വൈസ്രോയ്. ഗവർണർ ജനറൽ എന്നതിന് പകരം വൈസ്രോയ് എന്ന പദവി നിലവിൽ വന്നു. ഇറ്റ് ഇൻസ്പയർഡ് ഇന്ത്യസ് ലേറ്റർ നാഷണൽ മൂവ്മെൻറ്റ്സ്. ഇന്ത്യയുടെ പിൽക്കാല ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് അത് പ്രചോദനമാവുകയും ചെയ്തു.
Foreigners who came to trade gained political power in India. The subsequent national struggles were fueled by the resistance and the movements of people in various regions of India against this. കച്ചവടത്തിനായി വന്ന വിദേശികൾ ഇന്ത്യയിൽ രാഷ്ട്രീയാധിപത്യം നേടിയെടുത്തു. ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലെ ജനവിഭാഗങ്ങൾ നടത്തിയ ചെറുപ്പുനിൽപ്പുകളും മുന്നേറ്റങ്ങളുമാണ് തുടർന്നുള്ള ദേശീയ സമരങ്ങൾക്ക് ഊർജം പകർന്നതും എന്ന് നമുക്ക് മനസ്സിലായി. ഈ ഒരു ചെറുത്തുനിൽപ്പും അധിനിവേശവും എന്ന പാഠഭാഗത്തിലെ പ്രധാന പോയിന്റുകളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നാളത്തെ പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിച്ചെഴുതുക.